പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. മിസ്പായുടെ പുതിയ ഈ എപ്പിസോഡിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഷക്കീന ടെലിവിഷൻ ഇപ്രകാരം ഒരു പ്രോഗ്രാമിലൂടെ ക്രൈസ്തവ സമൂഹത്തിൽ വലിയ ഒരു ചലനം സൃഷ്ടിക്കാൻ ഇടവരുത്തി എന്നുള്ളതിൽ നമുക്കെല്ലാവർക്കും സന്തോഷമുണ്ട്. ഷക്കീന ടെലിവിഷൻ്റെ എല്ലാ പ്രവർത്തകരെയും ഞാൻ ഹൃദയപൂർവ്വം ഇതിൻ്റെ പേരിൽ അഭിനന്ദനം അറിയിക്കുകയാണ്. സാമുദായികമായ ഐക്യത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, നാം നേരിടുന്ന പ്രതിസന്ധികളെക്കുറിച്ച് ക്രൈസ്തവ സമുദായത്തിനിടയിൽ വളരെ ശക്തമായ ഒരു ചലനം സൃഷ്ടിക്കാൻ ഈ പ്രോഗ്രാമിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വസ്തുതാപരമാണ്. നമ്മുടെ സമുദായം ശക്തിപ്പെടുന്നതിന് നമ്മുടെ ഉള്ളിൽ തന്നെ വരുത്തേണ്ട അടിസ്ഥാനപരമായ മാറ്റങ്ങൾ എന്തൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഈ എപ്പിസോഡിൻ്റെ ചർച്ചാ വിഷയമായി സ്വീകരിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കുടുംബ ജീവിതത്തിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ വരേണ്ട മാറ്റങ്ങളെക്കുറിച്ചാണ്. പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ സമുദായം വളരാൻ വൈമുഖ്യം കാണിക്കുന്നതിൻ്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് നമ്മൾ അമിതമായ ആത്മവിമർശനം നടത്തുന്ന ഒരു സമുദായമാണ്. സോഷ്യോളജിയുടെ ഭാഷയിൽ പറഞ്ഞാൽ അനാലിസിസ് ഫോർ പരാലിസിസ് എന്നാണ് അതിനെ പറയുക. അതായത് നമ്മൾ ചർച്ച ചെയ്ത് ഒന്നും ശരിയാകില്ല, ഒന്നും ഗതി പിടിക്കുകയില്ല എന്ന ഒരു നിഗമനത്തിൽ നമ്മൾ എത്തിച്ചേരും എന്നുള്ളതാണ് നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്. വിശകലനത്തിലൂടെ സ്വയം തളർന്നവരായി തീരുന്ന ഒരു സമുദായം. ഏത് വിഷയം വന്നാലും നമ്മൾ അത് പരസ്പരം കുറ്റപ്പെടുത്തി സമുദായത്തിലെ ആരുടെയെങ്കിലും കുഴപ്പമാണ് എന്ന് പറഞ്ഞ് അത് വിവാദ വിഷയമാക്കും. ലവ് ജിഹാദിനെ കുറിച്ച് ചർച്ച വന്നാൽ അങ്ങനെ ഒരു ലവ് ജിഹാദും ഇല്ല, അങ്ങനെ ഒരു വിഷയവും ഇവിടെ ഇല്ല, അത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഇടയിൽ തന്നെ ചർച്ചകളുടെ മുനയൊടിക്കുന്ന രീതിയിലുള്ള ഇടപെടലുകൾ സംഭവിക്കുന്നത് നാം കാണുന്നതാണ്. ലവ് ജിഹാദ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവെന്താ? നമുക്ക് ചുറ്റും തന്നെ നാം കാണുന്ന എത്രയോ കുഞ്ഞുങ്ങൾ ഇപ്രകാരം ചൂഷണ വിധേയമാകുന്നു എന്നത് മറ്റാരും പറയാതെ നമുക്ക് അനുഭവവേദ്യമായ കാര്യം. എങ്കിൽ പോലും നമ്മൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചു തുടങ്ങുന്നു എന്നുള്ളത് ദുഃഖകരമാണ്. ആനയിടഞ്ഞാൽ ആദ്യം പാപ്പാനെ കുത്തിക്കൊല്ലും എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ഏത് വിഷയങ്ങൾക്കും നമ്മുടെ മുകളിലുള്ളവരെ അധിക്ഷേപിച്ച് സ്വയം കൃതാർത്ഥരായി ജീവിക്കുന്ന ഒരു സമുദായമായി മാറിയിട്ടുണ്ട്. മിഷണറിമാർ ആക്രമിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളിൽ പലരും പറയുന്നു അതിൻ്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു, അവരങ്ങനെ പോയി സുവിശേഷമൊന്നും പ്രസംഗിക്കേണ്ട കാര്യമില്ലായിരുന്നു എന്ന് പറയുന്ന പുതിയ തലമുറയെ ഞാൻ ഈ അടുത്ത നാളുകളിൽ കാണുകയുണ്ടായി. വാസ്തവത്തിൽ നമ്മുടെ ഈ അതിര് കടന്ന ആത്മവിമർശനം നമ്മളെ വളരെയേറെ തളർത്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമായ വസ്തുതയാണ്. ഈ വസ്തുതകളുടെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട് വേണം പ്രിയപ്പെട്ടവരെ നമ്മൾ യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി. നമ്മുടെ സമുദായം, പ്രത്യേകിച്ച് നമ്മുടെ ഏറ്റവും വലിയ ബലം, കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങളാണ്. ക്രിസ്തീയത കുടുംബങ്ങളുടെ മതമാണ്. കാരണം ഒരു കുടുംബത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് ദൈവം പിറന്ന പുണ്യദിനത്തിന് വേണ്ടി നാം ഒരുങ്ങുകയാണ്. ദൈവം കുടുംബത്തെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് ത്രിത്വൈക ദൈവം തന്നെ കുടുംബമായിട്ടാണ് നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. പിതാവ്, പുത്രൻ, അവരുടെ സ്നേഹ കൂട്ടായ്മയുടെ ഭാഗമായ പരിശുദ്ധാത്മാവ്. ഈ ത്രിത്വൈക കുടുംബം അത് ദിവ്യമായ ഒരു കൂട്ടായ്മയുടെ മാതൃകയും. ക്രിസ്തീയത കുടുംബത്തെ എത്രമാത്രം ആദരിക്കുന്നു, സ്നേഹിക്കുന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിച്ചു തരികയാണ്. ഞാൻ ഒരിക്കൽ ജഗന്നാഥ ക്ഷേത്രത്തിൽ ഒരു പ്രഭാഷണം പറയാൻ ക്ഷണിക്കപ്പെട്ട് അവിടെ എത്തിയതായിരുന്നു. ശിവഗിരി മഠത്തിലെ ഒരു വലിയ സ്വാമി അവിടെയുണ്ട്. പേര് വെളിപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പ്രത്യേകിച്ച് ഈ മാറിയ കാലഘട്ടത്തിൽ. സ്വാമിജി എന്നോട് ചോദിച്ചു, ഫാദറെ, ഈ ക്രിസ്തുമതം ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ
ഉൾക്കാഴ്ച എന്താണ്? ഞാൻ പറഞ്ഞു ക്രിസ്തുമതം ലോകത്തിന് നൽകിയ ഉൾക്കാഴ്ച മനുഷ്യൻ്റെ മഹത്വം. സ്വാമിജി സമ്മതിച്ചില്ല. അതൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട്. ശത്രുക്കളെ സ്നേഹിക്കുക, സ്വാമിജി പറഞ്ഞു അത് ഈ ക്രിസ്തുവിന് മുമ്പേ ലാവോത്സയുടെ കാലം മുതലേ പറഞ്ഞിട്ടുള്ളതാണ്. ശ്രീബുദ്ധൻ്റെ ദർശനങ്ങളിൽ അതുണ്ട്. അതൊന്നും ഒരു ക്രിസ്തുമതത്തിൻ്റെ യുണീക്കായ ദർശനം എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പലതും പറഞ്ഞു നോക്കിയിട്ടും സ്വാമിജി സമ്മതിക്കുന്നില്ല. അവസാനം സ്വാമിജിയോട് ഞാൻ ചോദിച്ചു, സ്വാമിജിയുടെ അഭിപ്രായത്തിൽ എന്താണ് ഏറ്റവും പ്രധാന കാര്യം? അദ്ദേഹം എന്നോട് പറഞ്ഞു, ക്രിസ്തുവാണ് കുടുംബത്തെ ശരിയായ രീതിയിൽ നിർവചിച്ചത്. കുടുംബത്തെക്കുറിച്ച് ഈ ലോകത്ത് നിലനിന്നിരുന്ന എല്ലാ കാഴ്ചപ്പാടുകളെയും തിരുത്തി കുറിച്ചത് ക്രിസ്തുവാണ്, അദ്ദേഹം പറഞ്ഞു. അതിനുശേഷമാണ് ഞാൻ ആ ഒരു വിഷയത്തെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയത്. ശരിയാണ്, ക്രിസ്തു പറഞ്ഞു ഒരു പുരുഷന് ഒരു സ്ത്രീ, അവർ തമ്മിലുള്ള സ്നേഹക്കൂട്ടായ്മയിലെ ദൈവത്തിൻ്റെ അനുഗ്രഹം, അതാണ് വിവാഹം. മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളിൽ ഫരിസേയർ ഈശോയെ പരീക്ഷിക്കുവാൻ അടുത്ത് എന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്. ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ തൻ്റെ ഭാര്യയെ പരിത്യജിക്കുന്ന നിയമാനുസൃതമാണ്? ഈശോ അതിന് മറുപടി പറയുന്നുണ്ട്. ദീർഘമായൊരു മറുപടിയാണ്. സൃഷ്ടാവ് ആദ്യം മുതലേ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. തന്മൂലം പുരുഷൻ മാതാപിതാക്കളെ വിട്ട് ഭാര്യയോട് ചേരും എന്നൊക്കെ പറഞ്ഞ ശേഷം ഈശോ തൻ്റെ വിവാഹ ദർശനം അവിടെ അവതരിപ്പിക്കുകയാണ്. അതിപ്രകാരമാണ്: ആകയാൽ ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല. സ്ത്രീ, പുരുഷൻ, ദൈവം എന്ന ഒരു ത്രിത്വത്തെയാണ് ക്രിസ്തു വിവാഹത്തിൻ്റെ അടിസ്ഥാനമായി കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഈ സ്വാമിജി എൻ്റെ ശ്രദ്ധയെ അന്ന് ക്ഷണിച്ചത്. ഈശോ ജനിച്ച സമുദായം അത് യഹൂദ സമുദായമാണ്. അവിടെ പുരുഷനെ 7 തവണ വിവാഹം ചെയ്യാൻ അനുവാദമുണ്ട്. സ്ത്രീക്കാകട്ടെ 5 വട്ടം വിവാഹം ചെയ്യാൻ അനുവാദമുണ്ട്. അതായത് വിവാഹം എന്ന് പറയുന്നത് കേവലം ശാരീരികമായ ആവശ്യങ്ങൾക്കപ്പുറത്ത് പ്രാധാന്യമുള്ളതായി കരുതപ്പെടാത്ത ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംസ്കാരത്തിലാണ് ക്രിസ്തു വളർന്നത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയണം. ആ ഒരു സംസ്കാരത്തിൽ നിന്നുകൊണ്ടാണ് ക്രിസ്തു വിവാഹത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം അവതരിപ്പിക്കുന്നത്. ഒരു പുരുഷന് ഒരു സ്ത്രീ, അവരുടെ ബന്ധത്തെ ദൈവം ആശീർവദിക്കുമ്പോൾ വിവാഹം ആരംഭിക്കുന്നു എന്ന സത്യം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ലോകത്തിലേക്ക്, ഈ സ്വാമിജി എന്നോട് കൂടുതൽ കാര്യങ്ങൾ വിശദീകരിച്ചു തന്നു. ക്രിസ്തുമതം കേരളത്തിൽ വന്ന ശേഷമാണ് ഇവിടെയും വിവാഹത്തെയും കുടുംബജീവിതത്തെയും കുറിച്ചുള്ള ശരിയായ ദർശനമുണ്ടായത് എന്ന് ഈ സ്വാമിജി പറഞ്ഞപ്പോൾ എനിക്കത് വളരെ ഉൾക്കാഴ്ച തരുന്ന ഒരു അനുഭവമായിരുന്നു. നമുക്കറിയാം, ഇവിടെ ഇല്ലത്തെ ഊണും അച്ചിവീട്ടിൽ കൂറുമായിട്ട് നടന്ന ഒരു കുടുംബ പശ്ചാത്തലമുണ്ടായിരുന്നു ഇവിടുത്തെ സവർണ സമുദായങ്ങളിൽ എന്നത് വസ്തുതാപരമാണ്. കേരളത്തിൽ നിലനിന്നിരുന്ന എല്ലാ സമുദായങ്ങളിലും തന്നെ ഇപ്രകാരം വിവാഹത്തെക്കുറിച്ച് വ്യതിരിക്തമായ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു. നമ്മൾ ഇന്നിൻ്റെ കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് പഴയതിനെ വിലയിരുത്തി വിമർശിക്കുക എന്നുള്ളതല്ല ലക്ഷ്യമാക്കുക. മറിച്ച് വിവാഹത്തെക്കുറിച്ച് ഇന്ന് ഒരു സംസ്കൃത ലോകത്ത്, സംസ്കാരമുള്ള ലോകത്ത് കരുതപ്പെടുന്ന ദർശനം എന്ന് പറയുന്നത് ഒരു ഭർത്താവിന് ഒരു ഭാര്യ, ഇതാണ് വിവാഹത്തിൻ്റെ അടിസ്ഥാനമായി സംസ്കാരമുള്ള എല്ലാവരും സ്വീകരിച്ചിരിക്കുന്ന മാനദണ്ഡം എന്ന് പറയും. ആ ഒരു മാനദണ്ഡം ആണ് സ്വാമിജി പറഞ്ഞത്, അത് ക്രിസ്തുവിൻ്റെ സംഭാവനയാണ്. ക്രിസ്തു വളർന്ന സംസ്കാരത്തിൽ പോലും ഇല്ലാതിരുന്നിട്ടും ക്രിസ്തു ഈ ഒരു നിലപാടിനെ ശക്തമായി അവതരിപ്പിച്ചു. നമുക്കറിയാം, കത്തോലിക്ക വിശ്വാസത്തിൻ്റെ ആരംഭം മുതൽ ഈ ഒരു കാഴ്ചപ്പാടിനെ വളരെ കണിശതയോടെ സഭ മുറുകെ പിടിച്ചു എന്നുള്ളത് സത്യമാണ്. വിവാഹം എന്ന കൂദാശയുടെ അഭേദ്യതയെ സഭ അത്ര കണ്ട് ആഴത്തിൽ ആത്മാർത്ഥമായി
വിശ്വസിച്ചിരുന്നു എന്നതാണ് സത്യം. ഹെൻറി എട്ടാമൻ രാജാവ് ഇംഗ്ലണ്ടിലെ സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അധിപനായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് രണ്ടാമതൊന്നുകൂടി കല്യാണം കഴിക്കണമെന്നാഗ്രഹം. തൻ്റെ ഭാര്യയെ ഒഴിവാക്കി സെക്രട്ടറിയെ കല്യാണം കഴിക്കാൻ മോഹിച്ച രാജാവിനെ മാർപ്പാപ്പ വിലക്കി. അത് സാധ്യമല്ല എന്ന് മാർപ്പാപ്പ വിധിച്ചു. നമുക്കറിയാം, സൂര്യനസ്തമിക്കാത്തൊരു സാമ്രാജ്യത്തിൻ്റെ സർവാധിപതിയായ രാജാവ് രണ്ടാമത് കല്യാണം കഴിക്കാൻ അനുവാദം ചോദിക്കുമ്പോൾ സമ്മതിക്കാത്തൊരു മാർപ്പാപ്പായുടെ ധീരത നമ്മളെ അത്ഭുതപ്പെടുത്തുന്നു. ഹെൻറി എട്ടാമൻ രാജാവ് മാർപ്പാപ്പായെ ഭീഷണിപ്പെടുത്തി, ഞാനും എൻ്റെ സാമ്രാജ്യവും കത്തോലിക്ക സഭയുമായുള്ള ബന്ധം വിച്ഛേദിക്കും, മാർപ്പാപ്പായെ ഞാൻ ആക്രമിക്കും എന്നൊക്കെ അദ്ദേഹം ഭീഷണിപ്പെടുത്തി നോക്കി. മാർപ്പാപ്പ പറഞ്ഞു, സാമ്രാജ്യങ്ങൾ വരും പോകും, അധികാരങ്ങൾ ഉയരുകയും താഴുകയും ചെയ്യും, പക്ഷേ വിവാഹത്തെക്കുറിച്ചുള്ള ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിന് മാത്രം മാറ്റമുണ്ടാവില്ല എന്ന് പരിശുദ്ധ പിതാവ് സംസാരിച്ചു. പ്രിയപ്പെട്ടവരെ, തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ നമുക്കറിയാം. തനിക്ക് രണ്ടാം വിവാഹം നടത്തുന്നതിന് വേണ്ടി കത്തോലിക്ക സഭയുമായുള്ള ബന്ധം ഹെൻറി എട്ടാമൻ വിച്ഛേദിക്കുകയും ആംഗ്ലിക്കൻ സഭ രൂപം കൊള്ളുകയും ഇംഗ്ലണ്ടിലെ രാജാവ് ആ സഭയുടെ തലവനായി സ്വയം അവരോധിക്കുകയും ചെയ്ത പ്രതിഭാസം ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നതും വസ്തുതാപരമാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, വിവാഹത്തെ, അതിൻ്റെ പവിത്രതയെ, അവിഭാജ്യതയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സാമ്രാജ്യങ്ങളോട് പോലും പോരാടിയ ചരിത്രത്തിൻ്റെ പിന്മുറക്കാരാണ് കത്തോലിക്ക വിശ്വാസം അനുധാവനം ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ദൈവം യോജിപ്പിച്ചത്. ഒരു പുരുഷനും സ്ത്രീയും ദൈവവും ചേരുന്ന ഒരു ത്രിത്വമുണ്ട്. അതിനെ വൈവാഹിക ത്രിത്വം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. പുരുഷൻ, സ്ത്രീ, ദൈവം, ഇതിലേതെങ്കിലും ഒന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ അത് വിവാഹമല്ലാതായി തീരുന്നു എന്നുള്ളതാണ് സത്യം. ഈ വിവാഹത്തിൽ നിന്ന് പുരുഷനെയോ സ്ത്രീയെയോ ഒഴിവാക്കിയാൽ എന്ത് സംഭവിക്കുന്നു? അവിടെ സോദോം ഗോമോറ രൂപം കൊള്ളുന്നു എന്ന് വിശുദ്ധ ബൈബിൾ നമുക്ക് പറഞ്ഞു തരികയും. അതായത് സോദോമിലെയും ഗോമോറായിലെയും മനുഷ്യരുടെ പ്രശ്നം എന്ത് എന്ന് ചോദിച്ചാൽ, വിവാഹത്തിന് ആണും പെണ്ണും വേണ്ട, ആണുങ്ങൾ തന്നെ വിവാഹം കഴിക്കാം, സ്ത്രീകൾ തന്നെ വിവാഹിതരാകാം, അതിലൂടെ ലൈംഗികത ആസ്വദിക്കാം എന്ന് ചിന്തിച്ചവരായിരുന്നു. സ്വർഗത്തിൽ നിന്ന് അഗ്നിയും ഗന്ധകവും ഇറങ്ങി അവിടെ ചാവുകടൽ രൂപം കൊണ്ടു എന്ന് വിശുദ്ധ ബൈബിൾ പറയുന്നത് വളരെ അർത്ഥപൂർണമായൊരു വീക്ഷണമാണ്. എന്താണ് ഈ ചാവുകടൽ എന്ന് പറയുന്നത്? ജീവന്റെ കണികയില്ലാത്ത പ്രദേശം, അതാണ് ചാവുകടലിൻ്റെ അർത്ഥം. അതിലെ ഉപ്പിൻ്റെ സാന്ദ്രത കൊണ്ട് അവിടെ ജീവന്റെ കണികയില്ലാത്ത അവസ്ഥ ഉണ്ടായി. അതാണ് ചാവുകടൽ, ഡെഡ് സീ എന്ന് ഇംഗ്ലീഷിൽ പറയും. അവിടെ മരണം മാത്രമേ ഉള്ളൂ, ശൂന്യത, ജീവന്റെ ശൂന്യത. വിശുദ്ധ ഗ്രന്ഥകാരൻ്റെ ഭാവനയെ നമ്മൾ അത്ഭുതകരമായി തിരിച്ചറിയേണ്ടതാണ്. പുരുഷന്മാർ തന്നെ കുടുംബജീവിതം ആരംഭിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ജീവന്റെ ശൂന്യത. സ്ത്രീകൾ തന്നെ കുടുംബജീവിതം ആരംഭിച്ചാൽ സംഭവിക്കാൻ പോകുന്നത് എന്താണ്? ശൂന്യത. അങ്ങനെ ഒരു സംസ്കാരം ലോകത്ത് വളർന്നാൽ ശേഷിക്കുന്നത് ജീവന്റെ ശൂന്യതയാണ്, മരണ സംസ്കാരമാണ് എന്ന സത്യം വിശുദ്ധ ബൈബിൾ പറഞ്ഞു തരികയും. പ്രിയപ്പെട്ടവരെ, പല രാജ്യങ്ങളും ഇത്തരം വിവാഹങ്ങളെ ന്യായീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനും വ്യഗ്രതപ്പെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. കത്തോലിക്ക സഭ ഈ ഒരു കാര്യത്തിൽ വിട്ടുവീഴ്ചകളില്ലാത്ത നിലപാടെടുക്കുന്നത് തെറ്റാണ് എന്ന് വ്യാഖ്യാനിക്കുന്നവരുണ്ട്. സത്യദൈവത്തിൻ്റെ സത്യവചനം പറഞ്ഞു തരുന്നു, ഇപ്രകാരം സ്ത്രീയെയോ പുരുഷനെയോ ഒഴിവാക്കിയുള്ള വിവാഹം എന്ന് പറയുന്നത് മരണ സംസ്കാരത്തിൻ്റെ ഉണർത്തുപാട്ടാണത്. അത് ചാവുകടലുകൾ രൂപപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. ഈ മരണ സംസ്കാരത്തിൻ്റെ ദൂതരാകുവാൻ കത്തോലിക്ക വിശ്വാസത്തിന് സാധിക്കില്ല എന്നുള്ളത് കൊണ്ടാണ് ഇപ്രകാരമുള്ള വിവാഹ സംസ്കാരത്തെ സഭ എതിർക്കുന്നത് എന്ന സത്യം നമ്മൾ തിരിച്ചറിയും. പ്രിയപ്പെട്ടവരെ, ഈ പറയുന്നതിൻ്റെ അർത്ഥം ഇപ്രകാരം പ്രത്യേകമായ
ജീവിത വീക്ഷണങ്ങളുള്ളവര്, ലൈംഗിക ആഭിമുഖ്യങ്ങളുള്ളവരെ സഭ കരുതലോടെയും സ്നേഹത്തോടെയും പരിഗണിക്കുന്നു. അവരെ മുഖ്യധാരയിലേക്ക് ചേർത്ത് നിർത്താനുള്ള പരിശീലനങ്ങളും ബോധവൽക്കരണങ്ങളും ചികിത്സകളും നൽകണം എന്നതാണ് ഇത്തരക്കാരെക്കുറിച്ചുള്ള സഭയുടെ കാഴ്ചപ്പാട് എന്ന് നമുക്കറിവുള്ളതാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു വൈവാഹിക ത്രിത്വം അതാണ് കുടുംബ ജീവിതത്തിൻ്റെ അടിസ്ഥാനമായി സഭ കരുതുന്നത്. സ്ത്രീയും പുരുഷനും ദൈവവും. സ്ത്രീയെയും പുരുഷനെയും മാറ്റി നിർത്തിയാൽ സംഭവിക്കുന്നത് നമുക്കിപ്പോൾ മനസ്സിലായി. എന്നാൽ ഈ കുടുംബ ജീവിതത്തിൽ നിന്ന് ദൈവത്തെ അങ്ങ് മാറ്റി നിർത്തിയാലോ? ദൈവത്തെ മാറ്റി നിർത്തി കഴിയുമ്പോഴാണ് കുടുംബജീവിതം എന്ന് പറയുന്നത് കേവലം ഒരു ജഡിക സംസ്കാരമായി മാറും. എൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും നിവർത്തിതം ആകുന്ന കാലത്തോളം ഞാൻ ഈ കുടുംബജീവിതത്തിൽ ജീവിക്കുന്നു. എൻ്റെ ഇഷ്ടങ്ങൾക്ക് വിരുദ്ധമായത് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഈ ബന്ധം വലിച്ചെറിഞ്ഞ് അതെനിക്ക് കിട്ടുന്ന വ്യക്തികളിലേക്ക്, തലങ്ങളിലേക്ക് പിൻവാങ്ങുന്നു. ഇതാണ് ദൈവത്തെ മാറ്റി നിർത്തിയാൽ സംഭവിക്കുന്ന അടിസ്ഥാനപരമായ പ്രശ്നം. ദൈവത്തെ മാറ്റി നിർത്തുമ്പോൾ കുടുംബജീവിതത്തിന് സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നു. റോമാലേഖനത്തിൽ ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി മനുഷ്യൻ കരുതുമ്പോൾ മനുഷ്യജീവിതത്തിൽ സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ച് അപ്പോസ്തലൻ എത്രയോ കൃത്യമായിട്ടാണ് പറഞ്ഞു വയ്ക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം മലിനമാകുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാരും സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയിൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകരമായ കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തുടർന്ന് അപ്പോസ്തലൻ പറയുന്ന 28-ാം വാക്യമാണ് പ്രസക്തമായത്. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി അവർ കരുതിയത് നിമിത്തം അധമ വികാരത്തിനും അനുചിത പ്രവർത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അവർ എല്ലാ തരത്തിലുള്ള അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും തിന്മയും നിറഞ്ഞവരായി. അതായത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കുടുംബജീവിതത്തിന് വേണ്ടി നാം ഒരുമ്പെടുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളെക്കുറിച്ചാണ് അപ്പോസ്തലൻ പറയുന്നത്. ദൈവത്തെ അംഗീകരിക്കുന്നത് ഏതൊരു ദമ്പതികളാണോ പോരായ്മയായി കരുതുന്നത് അവരെ കാത്തിരിക്കുന്ന സങ്കടങ്ങളുടെ പട്ടികയാണ് അപ്പോസ്തലൻ നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കുടുംബം വിജയിക്കുന്നതിന് ഈശോ മിശിഹ നമുക്ക് മുമ്പിൽ വയ്ക്കുന്നത് ഈ ഒരു വൈവാഹിക ത്രിത്വം എന്ന സങ്കല്പമാണ്. പുരുഷൻ, സ്ത്രീ, ദൈവം, അല്ലെങ്കിൽ ദൈവം, സ്ത്രീ, പുരുഷൻ. ഈ ഒരു യാഥാർത്ഥ്യത്തിലാണ് വിവാഹം രൂപം കൊള്ളുന്നത്. അതുകൊണ്ടാണ് ഫുൾട്ടൻ ഷീൻ പിതാവ് തൻ്റെ വിവാഹത്തെക്കുറിച്ചുള്ള രചനയ്ക്ക് പേര് നൽകിയത് 3 to get married, 3 പേർ വിവാഹിതരാകുമ്പോൾ എന്നാണ്. തീർച്ചയായും ഈ ഒരു വൈവാഹിക ത്രിത്വത്തെ നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കും. ഈ വിവാഹം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ അവിടെയും കൃത്യമായി സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് സ്നേഹം പകരുക, ദമ്പതികൾ പരസ്പരം സ്നേഹത്തിലായിരിക്കുക. ആ സ്നേഹത്തിൽ നമുക്കറിയാം ഒരുപാട് തരത്തിലുള്ള സ്നേഹങ്ങളുണ്ട്. പക്ഷെ ദാമ്പത്യ സ്നേഹത്തിൻ്റെ പ്രത്യേകതയായി സഭ നമ്മെ പഠിപ്പിക്കുന്നത് ഈ സ്നേഹം പകരുന്നത് ജീവൻ പകരാൻ വേണ്ടിയാണ്. ദമ്പതികൾ പരസ്പരം സ്നേഹത്തിലായിരിക്കുന്നത് ആ സ്നേഹത്തിൽ നിന്ന് പുതിയ ജീവൻ വരും തലമുറയിലേക്ക് പകരുക എന്നുള്ളതാണ്. ദാമ്പത്യ സ്നേഹത്തിന് മാത്രമുള്ള സവിശേഷതയാണ് ആ സ്നേഹം ജീവന് നിമിത്തമാകുന്നു എന്നുള്ളത്. ജീവനിലേക്ക് തുറവിയുള്ള സ്നേഹത്തെയാണ് ദാമ്പത്യ സ്നേഹം എന്ന് പറയുന്നത്.
ആ ജീവനിലേക്കുള്ള തുറവി എന്നേക്കുമായി അടച്ചു കഴിയുമ്പോൾ ദൈവം വിഭാവനം ചെയ്യുന്ന ദാമ്പത്യ സ്നേഹത്തിന് ഭംഗം വരുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കണം. കാരണം ദൈവം ആദിമാതാപിതാക്കളെ സൃഷ്ടിച്ചപ്പോൾ എന്താണ്? ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 26-ാം വചനം, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അവിടുന്ന് മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. തുടർന്ന് ദൈവം അവരോട് പറയുക, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുവിൻ. 1-ാം അധ്യായം 28-ാം തിരുവചനം ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകുക, ഭൂമിയെ കീഴടക്കുക. അതായത് 10 കൽപ്പനകൾ നൽകുന്നതിന് മുൻപേ ദൈവം ദമ്പതികൾക്ക് നൽകിയ കൽപ്പന ബി ഫ്രൂട്ട്ഫുൾ ആൻഡ് മൾട്ടിപ്ലൈ. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരാവുക, നിങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുക. ഇത് ദാമ്പത്യത്തിനുള്ള ദൈവത്തിൻ്റെ നിർദ്ദേശമാണ്, കൽപ്പനയാണ്. മനുഷ്യകുലത്തിന് നൽകപ്പെട്ട ആദ്യത്തെ കൽപ്പനയും ഇത് തന്നെയാണ് എന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ദാമ്പത്യം എപ്പോഴാണോ ജീവന്റെ വഴികളെ, വാതായനങ്ങളെ അടച്ചു കളയുന്നത്, അന്ന് ആ ദാമ്പത്യത്തിൽ നിന്ന് ദൈവം പടിയിറങ്ങി പോകുന്നു എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ദർശനത്തെ ജെറമിയ പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. 29-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ജെറമിയ 29-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് പ്രവാചകൻ പറയുന്നത്: വിവാഹം കഴിച്ച് സന്താനങ്ങൾക്ക് ജന്മം നൽകുവിൻ, നിങ്ങളുടെ പുത്രീപുത്രന്മാരെയും വിവാഹം കഴിപ്പിക്കുവിൻ, അവർക്കും മക്കളുണ്ടാകട്ടെ, നിങ്ങൾ വർദ്ധിക്കണം, നിങ്ങളുടെ സംഖ്യ കുറഞ്ഞു പോകരുത്. പ്രിയപ്പെട്ടവരെ, വിവാഹം എന്ന് പറയുന്നത് ദൈവം നടത്തിയ സൃഷ്ടി ഈ ഭൂമിയിൽ തുടരാനുള്ള ദൈവവിളിയാണ് വിവാഹം. വിവാഹം എന്നത് പൗരോഹിത്യത്തെയും സന്യാസത്തെയും പോലെയോ അല്ലെങ്കിൽ അതിനേക്കാളും ഒരു പടി കൂടിയോ ഉയർന്ന ഒരു ദൈവവിളിയാണ്. എന്താണ് ആ ദൈവവിളി? ദൈവത്തിൻ്റെ സൃഷ്ടികർമ്മം ഈ ഭൂമിയിൽ തുടരുക എന്നുള്ള വലിയ വിളിയാണ് വിവാഹത്തിലൂടെ ദൈവം നൽകുന്നത്. ആ ദൈവവിളിയുടെ അർത്ഥം, ദൈവം എന്നെ വൈദികനാകാൻ വിളിച്ചാൽ ഞാൻ വൈദിക ധർമ്മം അനുഷ്ഠിക്കുന്നില്ല എങ്കിൽ എൻ്റെ ദൈവവിളി ഞാൻ പാഴാക്കി കളഞ്ഞ വൈദികന്. വിവാഹത്തിലേക്ക് ദൈവം വിളിക്കുമ്പോൾ അതെന്തിനു വേണ്ടിയുള്ള വിളിയാണ് എന്നാണ് വചനം നമ്മെ കൃത്യമായി പറഞ്ഞു തരിക. ദൈവം ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളെ ഈ ഭൂമിയിൽ ജന്മം നൽകി വളർത്തുക. അത് ദാമ്പത്യത്തിൻ്റെ ദിവ്യമായ ഉത്തരവാദിത്വമാണ് എന്ന് നാം തിരിച്ചറിയണം. ഈ ഉത്തരവാദിത്വത്തിന് വരുത്തുന്ന വലിയ വീഴ്ചകൾ പലപ്പോഴും സമൂഹത്തിൽ പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നുണ്ട് എന്നത് വസ്തുതാപരമാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക പ്രിയപ്പെട്ടവരെ, നമ്മൾ കുടുംബാസൂത്രണത്തിൻ്റെ വക്താക്കളാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ സുറിയാനി കത്തോലിക്കര് കുടുംബാസൂത്രണത്തിൻ്റെ വക്താക്കളാണ്. കഴിഞ്ഞ ഒരു 50 കൊല്ലം കൊണ്ട് കേരള ജനസംഖ്യയിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം 10% കണ്ടു കുറഞ്ഞു എന്നതാണ് ജനസംഖ്യാ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. കേരളത്തിൻ്റെ ജനസംഖ്യയിൽ ഒരു 60 കൊല്ലം മുൻപ് നമ്മുടെ ജനസംഖ്യ, ഈ കേരള സംസ്ഥാനത്തിൻ്റെ ജനസംഖ്യയുടെ 27% വരെയുമായിരുന്നുവെങ്കിൽ ഇന്നത് കുറഞ്ഞു 17% വരെയുമായി. എങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, നമ്മൾ സർക്കാർ പറയുന്നതിനേക്കാളും ആവേശത്തോടുകൂടി കുടുംബാസൂത്രണത്തെ, ജനസംഖ്യാ നിയന്ത്രണത്തെ പ്രോത്സാഹിപ്പിച്ച ഒരു സമുദായമായി എന്നതുകൊണ്ട് ജനസംഖ്യയെക്കുറിച്ച് ലോകത്തിന് പറ്റിയ വലിയ ഒരു വീക്ഷണ വൈകല്യമാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായത്. ജനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ലോകം നശിച്ചു പോകും, പട്ടിണിയും ദാരിദ്ര്യവും വർദ്ധിക്കും, സർവത്ര നാശമായിരിക്കും എന്ന ഒരു ചിന്താഗതി ഇവിടെ ശക്തി പ്രാപിച്ചു. അങ്ങനത്തെ ചിന്തകൾ പഠിപ്പിച്ച ചില വലിയ പണ്ഡിതന്മാരുണ്ടായിരുന്നു. മാൽത്തൂസിയൻ തിയറി നിങ്ങൾക്കറിയാവുന്നതാണ്. ധനതത്വശാസ്ത്രം പഠിക്കുന്നവരൊക്കെയും പറയാറുള്ളൊരു തിയറിയാണ് മാൽത്തൂസിയൻ തിയറി.
എന്താണ് ഈ മാൽത്തൂസിയൻ തിയറി എന്ന് നിങ്ങൾക്കറിയാം. അതായത് ജനസംഖ്യയും ഭക്ഷ്യോൽപാദനവും തമ്മിലുള്ള അനുപാതത്തെക്കുറിച്ചാണ് മാൽത്തൂസിയൻ തിയറി പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് പോപ്പുലേഷനിൽ അദ്ദേഹം പറയുകയാണ്, ജനസംഖ്യ എപ്പോഴും ജിയോമെട്രിക് പ്രോഗ്രഷനിലായിരിക്കും. അതായത് 2, 4, 8, 16, 32, 64 ഈ രീതിയിൽ ജനസംഖ്യ വർദ്ധിച്ചു വരും. അതേസമയം ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഉൽപാദന വർധനമാകട്ടെ അരിത്തമാറ്റിക് പ്രോഗ്രഷനിലായിരിക്കും. അതായത് 1, 2, 3, 4, 5, 6. അതായത് ഇവ തമ്മിൽ ഒരിക്കലും ഒത്തുപോവുകയില്ല എന്നാണ് നമ്മുടെ മാൽത്തൂസിയൻ തിയറി അവതരിപ്പിച്ചുകൊണ്ട് മാൽത്തൂസ് പറയും. ഇതിന് സമാനമായ മറ്റൊരു പ്രഖ്യാതമായ ഗ്രന്ഥം നമുക്കറിയാവുന്നത് പോപ്പുലേഷൻ ബോംബ് എന്ന പേരിൽ പോൾ എർലിക്കിൻ്റെ പ്രസിദ്ധമായ ഒരു ഗ്രന്ഥമാണ്. അതിൽ അദ്ദേഹം വലിയ പ്രവചനമൊക്കെ നടത്തുകയുണ്ടായി. 1990 ആകുമ്പോഴത്തേക്കും ഇന്ത്യയിൽ പട്ടിണി മരണങ്ങൾ കൊണ്ട് 30,000 കോടി ആളുകൾ മരിച്ചു പോകും എന്നൊക്കെയുള്ള വലിയ പ്രവചനം അദ്ദേഹം നടത്തി. കാരണം ഇന്ത്യ ഒരിക്കലും ഭക്ഷ്യ സ്വയം പര്യാപ്തത ആർജിക്കുകയില്ല എന്നും ഇന്ത്യയിൽ ജനസംഖ്യയിൽ വർധനവിലൂടെ പട്ടിണി മരണമേ സംഭവിക്കുകയുള്ളൂ എന്നും അദ്ദേഹം പ്രവചിച്ചു. പക്ഷേ ഇവിടുത്തെ ജനസംഖ്യ വർദ്ധിച്ചതിനനുസരിച്ച് ഇവിടുത്തെ ഭക്ഷ്യോൽപാദനം വർദ്ധിച്ചു. ഇതേക്കുറിച്ച് 2011 ജനസംഖ്യ കണക്ക് പറയുന്നത് ഇങ്ങനെയാണ്. ജനസംഖ്യ 1951 നിന്ന് 231% ഇന്ത്യയിൽ വർദ്ധിച്ചപ്പോൾ 1951 നിന്ന് ഭാരതത്തിലെ ഭക്ഷ്യോൽപാദനമാകട്ടെ 458% വർദ്ധിച്ചു. ഇതൊരു വലിയ ദൈവീക പദ്ധതിയാണ്. നാം ഈ മണ്ടൻ ചിന്തകന്മാരെ അനുധാവനം ചെയ്തതുകൊണ്ട് എത്തിപ്പെട്ട ഒരു സാമൂഹിക ദുരന്തമാണ് ജീവന് വിരുദ്ധമായ സംസ്കാരം വളർത്തിയെന്നുള്ളത്. ജനനത്തെ തിന്മയായി വീക്ഷിച്ചു എന്നുള്ളതാണ് ഈ തെറ്റായ സിദ്ധാന്തങ്ങളിലൂടെ നാം എത്തിച്ചേർന്ന നിഗമനം എന്ന് പറയുന്നത്. ജനനം അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സന്താനങ്ങളുടെ എണ്ണം നിയന്ത്രിച്ചില്ല എങ്കിൽ ഈ ഭൂമി മുഴുവനും മനുഷ്യരെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് ഭൂമിയുടെ അതിജീവനം അസാധ്യമായി തീരും എന്ന മണ്ടൻ ചിന്താഗതി നാം അനുധാവനം ചെയ്യാൻ കാരണമെന്താണ്? ഓരോ മനുഷ്യജീവനെക്കുറിച്ചുമുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോയതുകൊണ്ടാണ്. ഒരു കുടുംബത്തിൽ ആ കുടുംബം വിജയകരമായി മുന്നേറുന്നതിന് എത്ര മക്കൾ ആവശ്യമുണ്ട് എന്ന് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതിക്ക് അനുസൃതമായ മക്കളെ ദൈവം ഒരു കുടുംബത്തിൽ നൽകുകയുള്ളൂ. ഒരു മനുഷ്യജീവനെക്കുറിച്ച് ദൈവത്തിന് അത്രയും കരുതലും പദ്ധതിയുമുള്ളപ്പോൾ പ്രിയപ്പെട്ടവരെ, നാം വിചാരിച്ചു ഇതെല്ലാം സ്വാഭാവികമായി സംഭവിച്ചു പോവുകയാണ്, നാം ആസൂത്രണം ചെയ്തില്ല എങ്കിൽ സർവ്വതും കൈവിട്ടു പോകും എന്ന് നാം തെറ്റിദ്ധരിച്ചത് കൊണ്ടുണ്ടായ ഒരു അടിസ്ഥാന പ്രതിസന്ധിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുടുംബങ്ങൾ ആസൂത്രണം ചെയ്തത് ദൈവമാണ്. ദൈവം ആസൂത്രണം ചെയ്ത ആ കുടുംബത്തെ നമ്മളായിട്ട് തിരിച്ചാസൂത്രണം ചെയ്തതാണ് നമുക്ക് പറ്റിയ ഒരു വലിയ അപരാധം എന്ന് തിരിച്ചറിയണം. അതുകൊണ്ട് തന്നെയാണ് നാം എണ്ണത്തിൽ ഇങ്ങനെയും ദുർബലരായിത്തീരും. നമ്മുടെ മാതാപിതാക്കൾ വീടുകളിൽ ഒറ്റപ്പെട്ട് കഴിയുന്നു. കാരണം എന്താണ്? വീട്ടിൽ ഒന്നല്ലെങ്കിൽ 2 കുഞ്ഞേ ഉണ്ടായിരുന്നുള്ളൂ. ഒരുത്തൻ വിദേശത്തേക്ക് പോയി, മറ്റൊരുത്തനെ പ്രവാസി മലയാളി വന്ന് മറ്റൊരുവളെ കെട്ടിക്കൊണ്ടും പോയി. വീട്ടിൽ ശൂന്യതയായി. മാതാപിതാക്കൾ ആദിയിലെ പോലെ ഇപ്പോഴും എന്ന് പറഞ്ഞ് അവരെങ്ങനെ കുടുംബജീവിതം തുടങ്ങിയോ അതുപോലെ എത്തിച്ചേർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. കാരണം ആ കുടുംബത്തെ സംരക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിയിലെ കുഞ്ഞ് ഒരുപക്ഷെ 3-മത്തെയോ 4-മതെയോ ജനിക്കേണ്ട ഒരു കുഞ്ഞായിരിക്കാം ദൈവീക പദ്ധതിയിൽ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടിയിരുന്നത്. പക്ഷേ ആ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ നമുക്ക് കഴിഞ്ഞില്ല. കാരണം നമുക്ക് ദൈവത്തെക്കാളും പ്രധാനപ്പെട്ടത് ഇവിടുത്തെ ചിന്തകന്മാരുടെ കാഴ്ചപ്പാടുകളാണ്. നമുക്ക് ദൈവവചനത്തെക്കാളും പ്രാധാന്യമുള്ളത് മാൽത്തൂസിയൻ തിയറിയായിരുന്നു. തിരുവചനത്തിൻ്റെ സംരക്ഷണത്തെക്കാളും നാം വിശ്വസിച്ചത് പോപ്പുലേഷൻ ബോംബ് എന്നുള്ള സിദ്ധാന്തത്തെയായിരുന്നു.
പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മറന്ന് കുടുംബജീവിതം നയിച്ച് ദൈവം ആസൂത്രണം ചെയ്യുന്ന കുടുംബത്തിൻ്റെ മഹത്വം മറന്നു എന്നുള്ളത് നമ്മുടെ സമുദായത്തിന് പറ്റിയ ഒരു വലിയ അപരാധമാണ് എന്ന സത്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടത്. ഞാൻ പഠിക്കാൻ പോയ കാലത്ത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റീഫൻ ഹോക്കിൻസിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കാനിടവന്നു. ഞാൻ ഒരു സമ്മർ മിനിസ്ട്രിയുടെ കാലത്ത് ഒരു അമേരിക്കൻ പള്ളിയിൽ ജോലി ചെയ്യുന്ന സമയം ടിക്കറ്റ് വെച്ചുള്ള ഒരു പ്രഭാഷണമാണ്. ഇതിനകത്ത് എനിക്ക് ഒരാൾ ഒരു സൗജന്യ എൻട്രി തന്നതുകൊണ്ട്, അല്ലെങ്കിൽ ആ ടിക്കറ്റ് ഒന്നും എടുക്കാൻ നമുക്ക് മുതലാകുന്ന പരിപാടിയല്ല. ഏതാണെങ്കിലും ഇതിൽ ചെന്നപ്പോൾ ഇദ്ദേഹത്തോട് നമ്മുടെ പ്രസിഡന്റ് അബ്ദുൽ കലാം കുഞ്ഞുങ്ങളോട് സംവദിക്കുന്നത് പോലെ സ്റ്റീഫൻ ഹോക്കിൻസ് ഇങ്ങനെ തളർന്ന വീൽ ചെയറിൽ കിടക്കുന്ന മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ സംസാരം എല്ലാവർക്കും വ്യക്തമാകാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തെ നല്ല മനസ്സിലാകുന്ന ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്നവരുണ്ട് കൂടെ. ഈ വിദ്യാർത്ഥികൾ അദ്ദേഹത്തോട് പല കാര്യങ്ങളും ചോദിച്ചു. ഒരു പെൺകുട്ടി വളരെ എനർജറ്റിക് ആയിട്ടൊരു ചോദ്യം ചോദിച്ചത്, നിങ്ങൾ ഈ ശാസ്ത്രജ്ഞന്മാർ വലിയ ആനയാണ് ചേനയാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട് എന്താണ് ഗുണം? ശാസ്ത്രജ്ഞന്മാരെ കൊണ്ട് ക്യാൻസറിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയോ? എയ്ഡ്സിന് മരുന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. നിങ്ങൾ ശാസ്ത്രം വലുതാണ് എന്ന് വീമ്പിളക്കുന്നതിൽ ഒരർത്ഥവുമില്ലല്ലോ എന്ന് ഒരു പെൺകുട്ടി പറഞ്ഞപ്പോൾ ഈ ഹോക്കിൻസ് അതിന് പറഞ്ഞ മറുപടി, അദ്ദേഹം വലിയ ദൈവവിശ്വാസിയൊന്നുമല്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞ മറുപടി ഇതാണ്: അത് ചെയ്യാൻ കഴിവുള്ളവരെ അവരുടെ മാതാപിതാക്കൾ ജനിക്കാൻ അനുവദിച്ചിട്ടുണ്ടാവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. അത് എനിക്ക് വളരെ അത്ഭുതം തോന്നി. അദ്ദേഹം പറഞ്ഞത് വളരെ വലിയൊരു സത്യമാണ്. നമ്മുടെ ഈ കുടുംബാസൂത്രണം വഴി എത്രയോ വലിയ ശാസ്ത്രജ്ഞന്മാരുടെ പിറവിയുടെ വാതിലുകളാണ് അടയ്ക്കപ്പെട്ടത്. എത്രയോ വിശുദ്ധരുടെ പിറവിയുടെ വാതിലുകളാണ് അടയ്ക്കപ്പെട്ടത്. ഈ ലോകത്തിൻ്റെ തന്നെ ഗതിയെ നിയന്ത്രിക്കാൻ കഴിവുള്ള വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തേണ്ടിയിരുന്ന എത്രയോ ഗവേഷകരുടെ പിറവിയാണ് ഗർഭപാത്രത്തിൻ്റെ കവാടം അടയ്ക്കപ്പെട്ടപ്പോൾ മറയ്ക്കപ്പെട്ടു പോയത് എന്ന് തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ആസൂത്രണം അനുസരിച്ച് കുടുംബജീവിതം നയിക്കും. ദൈവത്തിന് നിന്റെ കുടുംബത്തെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. നിന്റെ ജീവിത പങ്കാളി ആരായിരിക്കണമെന്നത് ദൈവമാണ് നിശ്ചയിച്ചത്, ദൈവം യോജിപ്പിച്ചത്. മനുഷ്യൻ വേർപെടുത്താൻ പാടില്ല എന്ന് ഈശോ പറഞ്ഞില്ല. ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കുക എന്നുള്ള ആ ഒരു തുറവിയായിരുന്നു ഇവിടുത്തെ ക്രൈസ്തവരുടെ ശക്തി, ബലം എന്ന് പറയും. ആ ഒരു കാഴ്ചപ്പാടിലേക്ക് തിരിച്ചു നടക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായ സത്യം എന്ന് പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ പറഞ്ഞു വന്നത് വളരെ ലളിതമായൊരു ആശയമാണ്. കുടുംബാസൂത്രണം വേണ്ടേ എന്ന് ചോദിച്ചാൽ ആസൂത്രണം പണ്ടേ നടന്നു കഴിഞ്ഞതാണ് പ്രിയപ്പെട്ടവരെ. ദൈവം നമ്മുടെ കുടുംബങ്ങളെ ആസൂത്രണം ചെയ്തതാണ്. ദൈവത്തിൻ്റെ അനന്തബുദ്ധിയിൽ അവിടുന്ന് നടത്തിയ ആസൂത്രണമാണ് നമ്മുടെ കുടുംബത്തിന് ഏറ്റവും അനുഗുണമായ അനുയോജ്യമായ ആസൂത്രണം. അതിനെ നമ്മുടെ ബുദ്ധികൾ കൊണ്ട് നാം കശക്കിയെറിഞ്ഞപ്പോൾ, നമ്മുടേതായ രീതിയിൽ ദൈവത്തിൻ്റെ പദ്ധതികളെ നാം വെട്ടിമുറിച്ചപ്പോൾ സംഭവിച്ചതാണ് നമ്മുടെ സമുദായത്തിൻ്റെ ദൗർബല്യം എന്ന സത്യം തിരിച്ചറിയുന്നു. ആ ദൗർബല്യത്തെ അതിജീവിക്കാൻ ഓരോരുത്തരുടെയും കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ നമ്മൾ അംഗീകരിച്ചു തുടങ്ങി. ഈ ഒരു യാഥാർത്ഥ്യം പലപ്പോഴും ഇല്ലാതെ പോകുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുടുംബത്തിൽ നിന്ന് ദൈവാനുഗ്രഹം പിൻവാങ്ങിപ്പോകും. പിന്നെ അവിടെ ശേഷിക്കുന്നത് ദ്രവ്യാസക്തി, സുഖലോലുപത തുടങ്ങിയ വിഷയങ്ങൾ മാത്രമാണ്. അതായത് നമ്മൾ സ്വയം കുടുംബങ്ങളെ ആസൂത്രണം ചെയ്ത് തുടങ്ങിയപ്പോൾ സംഭവിക്കുന്ന വലിയ അപകടം എന്ത് എന്ന് ചോദിച്ചാൽ, ദൈവം ആസൂത്രണം ചെയ്ത കുടുംബത്തെ നമ്മൾ നമ്മുടേതായ രീതിയിൽ ദൈവത്തെ മാറ്റി നിർത്തി ആസൂത്രണം ചെയ്തു തുടങ്ങിയപ്പോൾ അവിടെ ശേഷിക്കുന്നത് പണവും സുഖവുമാണ് ഏറ്റവും വലിയ കുടുംബ മൂല്യങ്ങളായി തീർന്നു. പണത്തോടുള്ള
അമിതമായ ആഗ്രഹം നമ്മളെ എത്രമാത്രം നശിപ്പിക്കുമെന്ന് പൗലോസ്ലീഹ തിമോത്തിയോട് പറയുന്ന ഒരു വാചനമുണ്ട്. എങ്ങനെയാണ്? നാം ഈ ലോകത്തിൽ നിന്നിലേക്ക് ഒന്നും കൊണ്ടുവന്നില്ല, ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകുന്നുമില്ല. ഭക്ഷണവും വസ്ത്രവും ഉണ്ടെങ്കിലും അതുകൊണ്ട് നമുക്ക് തൃപ്തിപ്പെടാം. ധനവാന്മാരാകണമെന്ന് ആഗ്രഹിക്കുന്നവർ പ്രലോഭനത്തിലും കെണിയിലും മനുഷ്യനെ അധപ്പതനത്തിലേക്കും നാശത്തിലേക്കും തള്ളിയിടുന്ന നിരവധി വ്യാമോഹങ്ങളിലും നിപതിക്കുന്നു. എന്തെന്നാൽ ധനമോഹമാണ് എല്ലാ തിന്മകളുടെയും അടിസ്ഥാന കാരണം. ധനമോഹത്തിലൂടെ പലരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകാനും ഒട്ടേറെ വ്യഥകളാൽ തങ്ങളെ തന്നെ മുറിപ്പെടുത്താനും ഇടയായിട്ടുണ്ട്. അപ്പോസ്തലൻ പറഞ്ഞത് എത്രയോ വലിയ സത്യമാണ് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി. നമുക്കറിയാം, ഇന്ന് സമകാലിക മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളൊക്കെയും ധനമോഹത്തിൻ്റെ പരിധിയിൽ വരുന്നവരാണ്. അത് സ്വർണ്ണക്കടത്തായിക്കോട്ടെ, ലഹരിക്കടത്തായിക്കോട്ടെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കള്ളക്കടത്തുകളുടെ നീണ്ട കഥകളായിക്കോട്ടെ, ഇവയെല്ലാം ധനമോഹത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ്. കഞ്ഞിക്ക് വകയില്ലാഞ്ഞിട്ടൊന്നുമല്ല ഇവരാരും ഇത് ചെയ്തത്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ തിരുവചനം എത്രയോ കൃത്യമായി പറഞ്ഞു, ധനമോഹം ഒരു വ്യക്തിയിൽ ആരംഭിക്കുമ്പോൾ ആ വ്യക്തി ദൈവത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളിലൂടെ മുന്നോട്ട് പോകും. നമ്മുടെയും കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്, ദൈവത്തെ നമ്മൾ മാറ്റി നിർത്തി ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതി, ദൈവം ആസൂത്രണം ചെയ്ത രീതിയിൽ കുടുംബജീവിതം നയിക്കുന്നത് പോരായ്മയായി കരുതി നമ്മൾ ദൈവത്തെക്കാളും വലിയ സ്ഥാനം ഇന്ത്യക്കാർ നെഹ്റുവിന് കൊടുത്തു. നെഹ്റു എന്ത് പറഞ്ഞു? ജനസംഖ്യയാണ് ഏറ്റവും വലിയ പ്രശ്നം, ജനസംഖ്യ നിയന്ത്രിക്കണം. ജനസംഖ്യാ ദുരന്തത്തെക്കുറിച്ച് നെഹ്റു പറഞ്ഞു. അതുകൊണ്ട് ചെറിയ കുടുംബം, സന്തുഷ്ട കുടുംബം, നാം ഒന്ന് നമുക്കൊന്ന്, നാം രണ്ട് നമുക്ക് രണ്ട്, ഇതിനപ്പുറം പോയാൽ വലിയ അപരാധമാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു കാഴ്ചപ്പാട് നെഹ്റു ഈ ഭാരതത്തിൽ കൊണ്ടുവന്നു. അത് വിദേശത്ത് പഠിച്ചു വന്ന നെഹ്റു അവിടെ നിന്നുള്ള ആശയം കൊണ്ടുവന്നതാണ്. പക്ഷേ ജനസംഖ്യയെ നിയന്ത്രിക്കുന്നതിലൂടെയാണ് രാജ്യത്തിൻ്റെ രക്ഷ എന്ന ചിന്താഗതി ലോകത്ത് ഏറ്റവും അധികം തിരിച്ചടി നേരിട്ട ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ ജനസംഖ്യയിൽ ദൈവം വിഭാവനം ചെയ്യുന്ന ആ ആസൂത്രണം നഷ്ടമായപ്പോൾ ജനസംഖ്യയുടെ അനുപാതങ്ങൾ തകർന്നു, പ്രായമായവരുടെ എണ്ണം വർദ്ധിച്ചു, ജോലി ചെയ്ത് പ്രായമായവരെയും കുഞ്ഞുങ്ങളെയും പോറ്റുന്നവരുടെ എണ്ണം ക്രമാതീതമായി കുറഞ്ഞു. സാമൂഹിക വിതരണത്തിൻ്റെ സന്തുലനങ്ങളൊക്കെയും നഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ വികസിത രാജ്യങ്ങളൊക്കെയും ചെയ്യുന്നത് എങ്ങനെ കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാമെന്നാണ്. രണ്ടാമത്തെ കുഞ്ഞ് ജനിക്കുന്നവർക്ക് വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു, മൂന്നാമത്തെ കുഞ്ഞ് ജനിക്കുന്നവർക്ക് അതിലും വലിയ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നു. ഇപ്പം സിംഗപ്പൂരൊക്കെ ആണെങ്കിൽ രണ്ടാമത്തെ കുഞ്ഞിന് 10,000 സിംഗപ്പൂർ ഡോളറും മൂന്നാമത്തെ കുഞ്ഞിന് 18,000 സിംഗപ്പൂർ ഡോളറും വരെയും മാതാപിതാക്കൾക്ക് സമ്മാനമായി കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട് എന്നതാണ് നാം കേൾക്കുന്നത്. അതായത് കുഞ്ഞുങ്ങളില്ലാതെ പോകുന്നതാണ് ഒരു നാടിൻ്റെ ഗതികേട് എന്ന് പറയും. കുഞ്ഞുങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഗതികേടാണ് എന്ന് ചിന്തിച്ചതിൽ നിന്ന് ലോകരാജ്യങ്ങൾ തിരിച്ചു നടന്നു തുടങ്ങി. ഭാരതവും തിരിച്ചു നടക്കാൻ നിർബന്ധിതമാകും, നമ്മുടെ സമുദായം വിശേഷിച്ചും. കാരണം എന്ത് എന്ന് ചോദിച്ചാൽ, ഒരു സമുദായമായി നിലനിൽക്കണമെങ്കിൽ, എണ്ണത്തിൽ വർദ്ധിക്കേണ്ട, ആ ഉള്ള എണ്ണത്തിൽ നിലനിൽക്കണമെങ്കിൽ ദമ്പതികളുടെ ഇടയിലെ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുന്നതിൻ്റെ നിരക്ക് 2.2% ആയിരിക്കണം എന്നതാണ് സാമൂഹിക ശാസ്ത്രജ്ഞന്മാർ നൽകുന്ന ഒരു വീക്ഷണം. ജനസംഖ്യാ വിദഗ്ധരും ആ രീതിയിലാണ് പറയുക. ഒരു സമുദായത്തിൻ്റെ എണ്ണം വർദ്ധിക്കാതെ ആ സമുദായം ഇന്ന് കാണുന്ന അത്രയും എണ്ണത്തിൽ നിലനിൽക്കണമെങ്കിൽ 2.2% കുഞ്ഞുങ്ങളെങ്കിലും ആ കുടുംബങ്ങളിൽ ഉണ്ടാകണം. ജനന നിരക്ക് അത്രയായിരിക്കും. അതേസമയം നമ്മൾ കത്തോലിക്കരുടെ ഇടയിലെ ഇന്നത്തെ ജനനനിരക്ക് എന്ന് പറയുന്നത് 1.6% കുറഞ്ഞിരിക്കുക. എന്ന് പറഞ്ഞാൽ ഒരു 2 തലമുറ കഴിയുമ്പോൾ, 2 തലമുറ എന്ന് പറയുമ്പോൾ ഒരു 80 കൊല്ലത്തെയാണ് വിവക്ഷിക്കുക.
80 കൊല്ലം കഴിയുമ്പോൾ ഇങ്ങനെ ഒരു സമുദായം ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ചരിത്രത്തിൽ മാത്രം തെളിവുകൾ ഉണ്ടാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരും. ഇത് സാങ്കല്പികമല്ല എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ് ഇന്ത്യയിലെ പാഴ്സി സമുദായം. സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ജനസംഖ്യയുടെ 1% വരുന്നവരായിരുന്നു പാഴ്സികൾ. ഇന്ന് അവർ 0.5% കുറഞ്ഞുപോയി. പാഴ്സി സിൻഡ്രം എന്ന് പറയുന്ന ഒരു സാമൂഹിക പ്രതിഭാസം തന്നെയുണ്ട്. എന്താണ് അതെന്ന് ചോദിച്ചാൽ, നേരത്തെയും കാലത്തും കല്യാണം കഴിക്കുകയില്ല, കല്യാണം കഴിച്ചാൽ തന്നെ മക്കൾ വേണം എന്നുള്ള ചിന്തയില്ലാതെ ജീവിക്കുക. അതിനെയാണ് സാമൂഹിക ശാസ്ത്രജ്ഞര് പാഴ്സി സിൻഡ്രം എന്ന് പറയും. വാസ്തവത്തിൽ ആ ഒരു സിൻഡ്രം നമ്മുടെ സമുദായത്തിലും വളരെ ശക്തിപ്പെട്ടിട്ടില്ല. ഇന്ത്യയിലെ വിവാഹപ്രായം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് 18 പുരുഷന്മാർക്ക് 21. പക്ഷേ ഇവിടുത്തെ കത്തോലിക്കരുടെ ഇടയിൽ, പ്രത്യേകിച്ചും സുറിയാനി കത്തോലിക്കരുടെ ഇടയിൽ വിവാഹപ്രായം എന്ന് പറയുന്ന പുരുഷന് ഒരു 35 വയസ്സോട് അടുക്കണം, സ്ത്രീക്ക് ഒരു 30 വയസ്സോട് അടുക്കണം. എന്നാലേ കല്യാണമുള്ളൂ. അതുവരെ അവർ പഠിക്കുകയാണ്, ജോലി ചെയ്യുകയാണ്, ജീവിതം സുരക്ഷിതമാക്കാനുള്ള വ്യഗ്രതയിൽ അലയുകയാണ്. ഫലത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, പല സമുദായങ്ങളിലും വിവാഹപ്രായം ഈ സർക്കാർ നിശ്ചയിച്ച കൃത്യം പ്രായത്തിൽ തന്നെയാണ് അവർ വിവാഹം കഴിക്കുക. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ, അവർക്ക് 3 തലമുറകൾ ജനിക്കുമ്പോൾ നമുക്ക് 2 തലമുറയായി മാറും. വിവാഹപ്രായം വർദ്ധിക്കും തോറും സംഭവിക്കുന്നത് തലമുറകളുടെ എണ്ണം കുറയുന്നു എന്നതാണ്. രണ്ടാമത്തെ പ്രശ്നം, ഈ വിവാഹപ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് വന്ധ്യതയുടെ നിരക്ക് വർദ്ധിക്കുന്നു. സന്താനങ്ങളെ ജനിപ്പിക്കുന്നതിനുള്ള കഴിവ് ദമ്പതികൾക്ക് കുറഞ്ഞു വരുന്നു. ഇതേക്കുറിച്ച് ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാർ, ഡോക്ടർമാരുടെ ഒരു സംഘം നടത്തിയ പഠനം അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുണ്ട്. സ്ത്രീകൾക്ക് 24 വയസ്സിന് ശേഷം ഓരോ വർഷവും അവരുടെ സന്താനോൽപാദന ക്ഷമത 3% കണ്ട് കുറഞ്ഞു വരുന്നു എന്നാണ്. അതായത് നമ്മൾ വിവാഹപ്രായം ക്രമാതീതമായി ഉയർത്തിയ ഒരു സമുദായമായപ്പോൾ സ്വാഭാവികമായും സംഭവിച്ചത് കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുന്നതിനുള്ള കഴിവ് കുറയുന്നു എന്ന് മാത്രമല്ല, അതിനുള്ള സാധ്യതയും അന്യമാകുന്നു എന്നുള്ളതാണ് വസ്തുത. തലമുറയുടെ എണ്ണം നഷ്ടമാകുന്നു, കുഞ്ഞുങ്ങളുടെ എണ്ണം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാൻ കഴിയാതെ പോകുന്നു. ഇനി ജനിച്ച കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തെയും ബൗദ്ധിക വികാസത്തെയും ഈ വൈകിയ വിവാഹപ്രായം ദോഷകരമായി ബാധിക്കുന്നു എന്നതും നമ്മൾ ശാസ്ത്രീയമായി കണ്ടെത്തിയിട്ടുള്ളതാണ്. എവിടെയാണ് നമ്മൾ തിരുത്തേണ്ട അടിസ്ഥാനപരമായ കാര്യം എന്ന് ചോദിച്ചാൽ, വിവാഹം സമയത്ത് നടത്തുക എന്നുള്ളതാണ്. വിവാഹം ഒരു 25 വയസ്സോടെ എങ്കിലും നമ്മുടെ യുവജനങ്ങളെ വിവാഹത്തിന് ഒരുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. കാര്യം ശരിയാണ്, ആ സമയമാകുമ്പോഴത്തേക്കും അവർ സ്വന്തം കാലിൽ നിൽക്കാറായില്ല. അവർക്ക് സ്വന്തം കാലില്ല എങ്കിൽ മാതാപിതാക്കളെ നിങ്ങളുടെ കാലുണ്ടല്ലോ, അതൊന്ന് സഹായിച്ചു കൊടുത്താൽ മതി. അവർക്ക് ഒരുപക്ഷെ അവരുടെ ജോലി സ്ഥിരപ്പെട്ടിട്ട് കാണിയാല, എല്ലാം കഴിഞ്ഞിട്ട് കഴിക്കേണ്ട ഒരു കാര്യമാണ് കല്യാണം എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. എല്ലാം കഴിച്ചേച്ച് കഴിക്കേണ്ടത് വല്ല ഐസ്ക്രീമോ പായസമോ ഒക്കെയാണ്, കല്യാണമല്ല. വിവാഹം കഴിക്കേണ്ടത് അതിന് നിശ്ചയിക്കപ്പെട്ട സമയത്ത് തന്നെയായിരിക്കും. അത് ദൈവം മനുഷ്യൻ്റെ ശരീരഘടനയെ ആ രീതിയിലാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം വരും തലമുറകൾക്ക് ഗുണകരമായ വിവാഹപ്രായം ഏത് എന്ന് നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ പ്രയോജനപ്പെടുത്തുക തന്നെ വേണം. സമുദായം ശക്തിപ്പെടുത്തുന്നതിന് വിവാഹം 25 വയസ്സിനോടും അനുബന്ധിച്ചോ അതിനു മുൻപായോ നടത്തുന്ന ഒരു സംസ്കാരത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ഇതില്ലാതെ പോകുമ്പോൾ ഏറ്റവും വലിയ നഷ്ടം യുവാക്കന്മാർക്കാണ് എന്ന് സമകാലിക സാമൂഹിക വിഷയങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. യുവജനങ്ങളുടെ കാര്യം നോക്കുക. യുവാക്കന്മാര് എല്ലാ ഗ്രാമങ്ങളിലും ഇടവകകളിലും ഒരു 10-15 യുവജനങ്ങൾ എങ്കിലും 35 വയസ്സിന് മുകളിൽ പ്രായമായി വിവാഹം കഴിക്കാത്തവരായിട്ടുണ്ട്.
അവരിൽ പലരുടെയും വിവാഹം ഇനി നടന്നു പോവുക വളരെ ദുഷ്കരമാണ് താൻ. കാരണം അവരിൽ പലരുടെയും പ്രായം 40 45 അവരെ വിവാഹം ചെയ്യാൻ ഏതെങ്കിലും സ്ത്രീകൾ തയ്യാറാകുമോ എന്നുള്ളത് സ്ത്രീകളോട് ചോദിച്ചാലേ അറിയത്തുള്ളൂ. പക്ഷേ ഈ യുവജനങ്ങളെ, ഇന്നിപ്പോൾ അവരെ യുവജനങ്ങൾ എന്ന് പോലും വിളിക്കാൻ മേല, മധ്യവയസ്കർ, ഇവരുടെ വിവാഹം ഒരു 20-നും 25-നും ഇടയിൽ, ഒരു 25 വയസ്സിനോടനുബന്ധിച്ച് മാതാപിതാക്കൾ ആലോചിക്കാൻ തുടങ്ങിയിരുന്നു എങ്കിൽ തീർച്ചയായും ഇവരൊക്കെയും വിവാഹിതരായി പോകുമായിരുന്നു. ഞാൻ വിചാരിക്കുന്നത് ഒരു വലിയ സാമൂഹിക പ്രശ്നമായി നമ്മുടെ സമുദായത്തിൽ വളരാൻ പോകുന്ന ഒരു വിഷയം ഇതാണ്, വളർന്നു കഴിഞ്ഞത്. അതായത് 6 മുതൽ 8% വരെയും യുവാക്കന്മാർ വിവാഹം കഴിക്കാൻ അവസരമില്ലാത്തവരായി തീർന്നു. അവർക്ക് വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്, കുടുംബജീവിതം നയിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള അവസരം അവർക്കില്ല, അവർക്ക് ജീവിത പങ്കാളിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നത്തെ നമ്മൾ ഗൗരവമായി അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട്. കേരള സഭയിൽ ഒരു ഏകദേശ കണക്ക് പറയുന്നത് 90,000-നും 1,10,000-നും ഇടയിൽ യുവാക്കന്മാര് ഈ 35 വയസ്സ് കഴിഞ്ഞ് വിവാഹിതരാകാതെ നിൽപ്പുണ്ട് എന്നാണ്. ഇത്രയും പേർക്ക് കല്യാണം കഴിച്ചില്ല, അത്രേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കരുത്. 1,00,000 യുവജനങ്ങൾ വിവാഹം കഴിക്കാൻ പറ്റാതെ ഇരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ സഭയിൽ 1,00,000 കുടുംബങ്ങളുടെ സാധ്യത ഇല്ലാതായി എന്നാണ്. 1,00,000 കുടുംബങ്ങൾ ജനിപ്പിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ എണ്ണം എടുത്തു നോക്കി. അതായത് 1,00,000 കുടുംബം എന്നൊക്കെ പറഞ്ഞാൽ ഒരു വലിയ സംഖ്യയാണ്. നമ്മുടെ കേരള സഭയിലെ ഏറ്റവും വലിയ രൂപതകളിൽ പോലും ഈ 1,00,000 കുടുംബം ഇല്ല എന്നുള്ളതാണ് സത്യം. തലശ്ശേരി അതിരൂപതയിൽ 65,000 കുടുംബങ്ങളിൽ. അതായത് ഈ ഒരു 2-3 രൂപതകളുടെ ഇപ്പോഴത്തെ ജനസംഖ്യയ്ക്ക് തുല്യമായ ജനസംഖ്യയാണ് നമ്മുടെ സമുദായത്തിൽ നിന്ന് ഈ വിവാഹം നടക്കാത്തതിൻ്റെ പേരിൽ ഒരു 10-40 കൊല്ലത്തിനുള്ളിൽ നമുക്ക് നഷ്ടമാകുന്നത് എന്ന സത്യം ഓർത്ത്. അതെന്തോ ഒരു വലിയ ദുരന്തമായ സാമൂഹിക പ്രതിഭാസമാണ്. ഇതിനെ ഗൗരവമായി നമ്മൾ സമീപിക്കേണ്ടതുണ്ട്. എന്തേ ഈ ആണുങ്ങൾക്കൊക്കെ പെണ്ണുങ്ങളെ കിട്ടാതെ പോയത്? അവരെയെല്ലാം ലവ് ജിഹാദികൾ അടിച്ചുകൊണ്ട് പോയതാണ് എന്നൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. അടിസ്ഥാനപരമായ പ്രശ്നം നമ്മുടെ കാഴ്ചപ്പാടിൽ നിന്ന് തന്നെയാണ്. ഇവർക്കൊക്കെ പങ്കാളികളായി ദൈവം നിശ്ചയിച്ചവരെ ജനിപ്പിക്കാൻ നമ്മൾ വൈമനസ്യം കാണിച്ചു. കുടുംബങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആസൂത്രണത്തെ നമ്മൾ തകിടം മറിച്ചപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇവിടെ പുരുഷന്മാർക്ക് ജീവിത സഖികൾ ഇല്ലാതായി. കുടുംബാസൂത്രണത്തിൻ്റെ ദുരന്ത ഫലങ്ങൾ നാം അനുഭവിച്ചു തുടങ്ങുകയാണ്. നമ്മൾ സ്വയം അങ്ങ് ആസൂത്രണം ചെയ്തു കുടുംബങ്ങളെ. അതിൻ്റെ ഫലമായി സംഭവിച്ചത് എന്താണ്? ഇവിടെ വിവാഹത്തിന് പങ്കാളികളില്ലാത്ത സാമൂഹിക പരിതോവസ്ഥ സംജാതമാവുകയും ദൈവത്തിൻ്റെ പദ്ധതിയെ മനുഷ്യൻ എവിടെ തകിടം മറിക്കുന്നുവോ അതിൻ്റെ തിരിച്ചടികൾ മനുഷ്യൻ അനുഭവിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് സത്യം. വീണ്ടും നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ സമുദായത്തിൻ്റെ ഈ ഒരു പ്രതിസന്ധി, പ്രത്യേകിച്ച് ഇത്രയും യുവജനങ്ങൾ വിവാഹം കഴിക്കാതെ നിൽക്കുന്ന സാഹചര്യത്തിൻ്റെ പ്രശ്നം എന്ത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ, രണ്ടാമത്തെ കാരണവും ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. വിവാഹപ്രായം ഇങ്ങനെ ക്രമാതീതമായി അലക്ഷ്യമായി മാതാപിതാക്കൾ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. തങ്ങളുടെ മക്കളെ നേരത്തും കാലത്തും വിവാഹം കഴിപ്പിച്ചയക്കുക അത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. മാതാപിതാക്കൾ അവർക്ക് ജോലി കിട്ടിയിട്ടേ കല്യാണം കഴിപ്പിക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കരുത്. നമ്മുടെയൊക്കെ കാരണവന്മാർ ഏത് ഗവൺമെൻറ് ജോലി കിട്ടിയിട്ടാണ് കല്യാണം കഴിച്ചത്? അവരുടെ കാരണവന്മാർ, നമ്മുടെ വല്യപ്പന്മാർ ഉള്ള മുതലിൻ്റെ വീതം മക്കൾക്ക് വീതിച്ചു കൊടുത്തു. അതുകൊണ്ട് അവർ ജീവിച്ചു തുടങ്ങി. ആ ജീവിച്ചു തുടങ്ങിയതിൽ നിന്ന് അവർക്ക് ജീവിതത്തെ കരുപ്പിടിപ്പിച്ചെടുക്കാനും ജോലികൾ അന്വേഷിക്കാനും കണ്ടെത്താനും എല്ലാം സാധിക്കും. ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് നല്ലൊരു ജോലിയിലേക്ക് എത്തിപ്പെടണമെങ്കിൽ 10, 30, 35 വയസ്സൊക്കെ വരെയും കാത്തിരിക്കേണ്ട സാഹചര്യങ്ങളുണ്ടാകാം.
അതെല്ലാം കഴിഞ്ഞിട്ടാണ് വിവാഹം എന്നുള്ള തെറ്റായ സങ്കല്പത്തെ ഈ സമുദായം തിരുത്തേണ്ട സമയം അതിക്രമിച്ചു. അതിന് മാതാപിതാക്കൾ ഗൗരവമായ ശ്രദ്ധ ഈ വിഷയത്തിൽ കൊടുക്കേണ്ടതുണ്ട്. മാരിയേജ് അറ്റ് 25, 25 വയസ്സിന് മുൻപായി നിങ്ങളുടെ മക്കളുടെ വിവാഹത്തെക്കുറിച്ച് കൃത്യമായ തീരുമാനമെടുക്കുകയും ജീവിത പങ്കാളിയെ കണ്ടെത്തുകയും ചെയ്യേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമായി കരുതുന്നത് ഈ സമുദായത്തിൻ്റെ ശാക്തീകരണത്തിന് ആവശ്യമാണ്. പ്രായപൂർത്തിയായ യുവജനങ്ങൾ തങ്ങളുടെ ജീവിത പങ്കാളിയെ സ്വയമേ അന്വേഷിക്കുന്നതും കണ്ടെത്തുന്നതും നല്ല സൗഹൃദങ്ങളിലാകുന്നതും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ ആരോഗ്യകരവും സർഗാത്മകവുമായ പ്രണയങ്ങളെക്കുറിച്ചൊക്കെ വളരെ നെഗറ്റീവായ ചിന്തകൾ പുലർത്തി നമ്മുടെ യുവജനങ്ങളെ ഇതിൽ നിന്നെല്ലാം അകറ്റി നിർത്തി എന്നുള്ളത് നാം ചെയ്യുന്ന ഒരു അവിവേകമാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യത്തിന് മാറ്റം വരേണ്ടതുണ്ട്. എന്താണ് നല്ല പ്രണയങ്ങളുടെ ലക്ഷണം? യുവജനങ്ങൾ പലപ്പോഴും ചോദിക്കാറുള്ളൊരു ചോദ്യം. നല്ല പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ശരിയായ ചിന്തകളോടുകൂടി ഒരു ജീവിത പങ്കാളിയാക്കണം എന്ന താല്പര്യത്തോടുകൂടി നിൻ്റെ മാനസിക പക്വതയുടെ കാലത്ത് നീ എടുക്കുന്നൊരു തീരുമാനം, ആ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നന്മയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആ വ്യക്തിയെ ഒരു വിധത്തിലും തെറ്റായ വഴികളിലൂടെ നയിക്കുകയോ ആ വ്യക്തിയുടെ നന്മയ്ക്കുതകാത്ത യാതൊന്നും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന നല്ല സൗഹൃദ ബന്ധങ്ങൾ യുവജനങ്ങൾ വളർത്തിയെടുക്കണം. പലപ്പോഴും അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെ പോകുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ അനാവശ്യമായ കുറ്റബോധങ്ങളും ആത്മവിശ്വാസമില്ലായ്മയും പുലർത്തുമ്പോൾ നമ്മുടെ സമുദായത്തിന് പല നഷ്ടങ്ങളും സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് 5ാം ക്ലാസ്സിൽ പഠിക്കുന്നവർ പ്രേമിക്കണമെന്നും 10ാം ക്ലാസ്സുകാർ പ്രണയത്തിലാകണമെന്നും ഒന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. മറിച്ച് നിങ്ങൾ ശാരീരികവും മാനസികവുമായി പക്വത പ്രാപിച്ച് കഴിയുന്ന പ്രായത്തിൽ നിങ്ങൾക്ക് ജീവിത പങ്കാളിയെക്കുറിച്ച് യുവജനങ്ങളെ ചിന്തകൾ ദൈവം ഉണർത്തി തരുന്നതാണ്. ആ ചിന്തകളുടെ വെളിച്ചത്തിൽ നിങ്ങൾക്ക് മുമ്പോട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റണം. അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ മാറ്റം നമ്മുടെ സമുദായത്തിന് ഗുണകരമാണ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. വീണ്ടും ഇവിടുത്തെ ചെറുപ്പക്കാരോട് എനിക്ക് പറയാനുള്ള വിഷയം, പ്രത്യേകിച്ച് യുവാക്കന്മാരോട്, നമ്മുടെ പെൺകുട്ടികളൊക്കെ അടങ്ങി ഒതുങ്ങിയിരുന്ന് പഠിക്കുകയും ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ എത്തിപ്പെടുകയും ചെയ്യുന്നു. യുവാക്കന്മാർ പലരും പഠനത്തിൽ ഉഴപ്പുകയാണ്. കോളേജുകളിൽ ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ രൂപതയുടെ തന്നെ കോളേജുകൾ, എൻജിനീയറിംഗ് കോളേജുകളിലാകട്ടെ എയ്ഡഡ് കോളേജുകളിലാകട്ടെ, വിജയശതമാനം നോക്കുമ്പോൾ ആൺപിള്ളേരെല്ലാം രാഷ്ട്രീയം കളിച്ചും വലിയ മിടുക്കന്മാരായിട്ട് നടന്നും എല്ലാ വിഷയങ്ങൾക്കും സപ്ലിയാണ്. അതേസമയം പെൺപിള്ളേർ മിക്കവാറും എല്ലാവരും ആദ്യ അറ്റംപ്റ്റിൽ തന്നെ പരീക്ഷ ജയിച്ചു പോകും. അവർ ജീവിതത്തിൽ വിജയിച്ചു പോകും. ഈ സപ്ലി എഴുതി തോറ്റു കിടക്കുന്നവനെ പെൺകുട്ടികൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട യുവാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ഗൗരവമായി സമീപിക്കുന്നുവെങ്കിൽ പഠിക്കുന്ന കാലത്ത് നേരെ ചൊവ്വേ പഠിച്ച് ജോലി സമ്പാദിക്കാൻ വേണ്ടി താല്പര്യപ്പെടുക. ഒരു പെൺകുട്ടി ആഗ്രഹിക്കുന്ന ജീവിത സുരക്ഷിതത്വം അവൾക്ക് കൊടുക്കാൻ തക്ക ത്രാണി നിനക്കുണ്ട് എന്ന് നിന്റെ ജീവിത വീക്ഷണത്തിലൂടെ, ജീവിത വിജയത്തിലൂടെ തെളിയിക്കേണ്ട ഉത്തരവാദിത്വം നിനക്കുണ്ട് എന്ന് നീ മനസ്സിലാക്കുക. വീണ്ടും വൈകിയ വിവാഹങ്ങളുടെ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സ്ത്രീധന സമ്പ്രദായം അത് നമ്മുടെ സമുദായത്തിലെ ഏറ്റവും ലജ്ജാകരമായ സംവിധാനങ്ങളിലൊന്നാണ്. സ്ത്രീയാണ് ഏറ്റവും വലിയ ധനം. ഒരു ഭർത്താവിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ധനം അവൻ്റെ ജീവിത പങ്കാളിയായ സ്ത്രീ തന്നെയാണ്. അവൾ ഇട്ടുകൊണ്ട് വരുന്ന ആഭരണത്തേലോ പെട്ടിക്കകത്ത് കൊണ്ടുവരുന്ന നോട്ടുകെട്ടേലോ അല്ല സ്ത്രീധനത്തിൻ്റെ അർത്ഥമിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 12:24 വളരെ കൃത്യതയോടെ പറയുന്നുണ്ട്, അലസൻ്റെ ഗതികേട് എന്തായിരിക്കുമെന്ന്. ഈ അലസതയുടെ സംസ്കാരം നിങ്ങളെ അടിമവേലകൾക്ക് നിർബന്ധിക്കും എന്നാണ് സുഭാഷിതങ്ങളുടെ പുസ്തകം പറയുന്നത്.
നമ്മൾ ഈ അലസതയുടെ സംസ്കാരം മാറ്റിയെടുക്കേണ്ടത്. വീണ്ടും ഈ സ്ത്രീധനത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത്, സ്ത്രീയാണ് ഏറ്റവും വലിയ ധനം. ഈ സ്ത്രീയെ ആദരിക്കാനും സ്നേഹിക്കാനും പഠിക്കും. ആൺമക്കൾക്കുള്ളതുപോലെ പെൺമക്കൾക്കും പിതൃസ്വത്തിൽ തുല്യ വിഹിതം കൊടുക്കുന്ന മാന്യമായൊരു സംസ്കാരം നമ്മുടെ ഇടയിൽ രൂപപ്പെട്ടു വരണം. കല്യാണത്തിന് വിലപേശുന്ന, കല്യാണത്തിന് കണക്ക് പറയുന്ന ലജ്ജാകരമായ സംസ്കാരത്തിൽ നിന്ന് ഇവിടുത്തെ കത്തോലിക്ക സമുദായം ഉണരേണ്ടതുണ്ട്, വളരേണ്ടതുണ്ട് എന്ന തിരിച്ചറിവ് സ്വന്തമാക്കുക. സ്ത്രീധനമായിട്ട് എന്തെങ്കിലും മേടിച്ചുകൊണ്ട് പോയെങ്കിൽ പോലും ഇവിടുത്തെ പെൺകുട്ടികൾക്ക് നിയമാനുസൃതം പിതൃസ്വത്തിൽ ഓഹരി ചോദിക്കാൻ അവകാശമുണ്ട് എന്ന സത്യം കൂടി പ്രിയപ്പെട്ട പെൺകുട്ടികളെ നിങ്ങൾ അറിഞ്ഞിരിക്കും. അതുകൊണ്ട് അവസാനമായി എനിക്ക് പറയാനുള്ളത്, ഈ 30-35 കഴിഞ്ഞവരുടെയൊക്കെയും വിവാഹം നടത്തി കൊടുക്കുക, അത് സഭയാകുന്ന അമ്മയുടെയും കൂടി ഉത്തരവാദിത്വമാണ്. സഭയാകുന്ന അമ്മ അതിന് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യാൻ ഈ അടുത്ത കാലത്ത് വളരെയേറെ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള മാര്യേജ് പോർട്ടലുകൾ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. prolifemarriage.com എന്നൊക്കെ പറഞ്ഞ പല മാര്യേജ് പോർട്ടലുകളും ഇതിനു വേണ്ടി വന്നിട്ടുണ്ട്. സഭയുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന മാര്യേജ് പോർട്ടലുകളിൽ ഇപ്രകാരം 35 വയസ്സ് കഴിഞ്ഞവരുടെ ഒക്കെയും വിവാഹ പരസ്യങ്ങൾ സൗജന്യമായി ചെയ്തു കൊടുക്കേണ്ടതാണ്. അവർക്ക് ജീവിത പങ്കാളികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ യജ്ഞം സഭയിൽ ആരംഭിക്കേണ്ടതാണ്. രണ്ടാം വിവാഹങ്ങളെക്കുറിച്ച് ജീവിത പങ്കാളി നഷ്ടമായി പൈതവ്യത്തിലായിരിക്കുന്നവർ, അതുപോലെ വിഭാര്യരായിരിക്കുന്നവർ കുടുംബജീവിതത്തിൻ്റെ മഹത്വവും മഹാത്മ്യവും മനസ്സിലാക്കി മുന്നോട്ട് വരേണ്ടതിൻ്റെ ആവശ്യകത ഈ സാഹചര്യത്തിൽ വ്യക്തമാണ്. കുടുംബജീവിതത്തിൽ സഭയുടെ മൂല്യങ്ങളെ കൃത്യമായി സഭാ നിയമങ്ങൾ ദമ്പതികൾ പാലിച്ചു തുടങ്ങുമ്പോൾ കാര്യങ്ങൾ എളുപ്പമായിത്തീരും. പലപ്പോഴും മാതാപിതാക്കൾ ഞായറാഴ്ച കുർബാന മുടക്കുമ്പോൾ, നോമ്പും ഉപവാസവും എന്ന സഭയുടെ നിയമം ലംഘിക്കുമ്പോൾ, അവരുടെ മക്കൾ അന്യമതസ്ഥരുടെ കൂടെ ഒളിച്ചോടുമ്പോൾ അമ്പരക്കേണ്ട കാര്യമില്ല. അപ്പന് തിരുസഭയുടെ 1-ാം പ്രമാണവും അമ്മയ്ക്ക് തിരുസഭയുടെ 3-ാം പ്രമാണവും ലംഘിക്കാമെങ്കിൽ മകൾക്ക് തിരുസഭയുടെ 4-ാം പ്രമാണം വിവാഹത്തെക്കുറിച്ചുള്ളത് ലംഘിക്കാം എന്ന് നിങ്ങൾ മാതാപിതാക്കളെ തിരിച്ചറിയുക. സഭയുടെ എല്ലാ പ്രമാണങ്ങളെയും അതിൻ്റെ സമഗ്രതയിൽ നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഈ കുടുംബ മേഖലയിൽ നമ്മുടെ സമുദായം ശക്തി പ്രാപിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം ശിവ. പരിശുദ്ധൻ മഹോന്നത ദേവൻ പരമെങ്ങും വിളങ്ങും മഹേശൻ, സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കും സ്വർലോകനാഥനാം ശിവ. ഹല്ലേലൂയ, ഹല്ലേലൂയ, എല്ലാവർക്കും ചേർന്ന് പാടാം. എല്ലാ പ്രിയപ്പെട്ടവരും ചേർന്ന് പാടുന്നു, സ്വരമുയർത്തി പാടി ആരാധിക്കുന്നു. നമ്മുടെ കർത്താവിനെ നമുക്ക് ആരാധിക്കാം, പാടി ആരാധിക്കാം. എല്ലാവരും ഉള്ളു തുറന്ന് പ്രാർത്ഥിക്കുന്നു, മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ ഈശോയിലേക്ക് നോക്കി പാടി പ്രാർത്ഥിക്കുന്നു. യേശുവേ
കണ്ടുകൊണ്ട് പാടി ആരാധിക്കുന്നു. കർത്താവിനെ ആരാധിക്കുന്ന വിശുദ്ധ ഗണങ്ങളോട് ചേർന്ന് പാടാം. മാലാഖ വൃന്ദങ്ങൾ മുഴുവൻ അവനെ പാടി ആരാധിക്കുന്നു. സ്വർഗം മുഴുവൻ ഇവിടെ ഇറങ്ങി വന്ന് അവിടുത്തെ ആരാധിക്കുന്നു. കർത്താവേ, അതരങ്ങൾ തുറന്ന് ഞങ്ങൾ അവനെ ആരാധിക്കുന്നു. ആരാധന അല്ലതരങ്ങളിലും യേശുവേ, അങ്ങേക്ക് മാത്രം ആരാധന. ദൈവമേ, ഓ കർത്താവേ, സ്വർഗം മുഴുവൻ അങ്ങേ ആരാധിക്കുന്നുണ്ടല്ലോ. ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങേ ആരാധിക്കുന്നു. ദൈവമക്കളെ മുഴുവനും യേശുവിനെ ആരാധിക്കുന്നു. രണ്ട് കരങ്ങൾ യേശുവിന്റെ പക്കലേക്ക് ഉയർത്തുന്നു. കരങ്ങൾ വീശി മാലാഖവൃന്ദങ്ങളോട് ചേർന്ന് പാടുന്നു. യേശുവേ, കരങ്ങൾ കൂപ്പി ആരാധന. കൂപ്പിയ കരങ്ങളോടെ ഈശോയിലേക്ക് നോക്കി ആരാധന. യേശുവേ, സകല ആരാധനയും അങ്ങേക്ക്. എല്ലാ ആരാധനയ്ക്ക് യോഗ്യനായവൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിതായി അൽത്താരയിൽ വലിയ മഹത്വത്തോടെ നമ്മൾ അനുഗ്രഹിക്കുവാനായി ഈ അൽത്താരയിൽ അവിടുന്ന് സന്നിഹിതനായിരിക്കുക. എല്ലാ പ്രിയപ്പെട്ട മക്കൾ ഇപ്പൊ കണ്ണുകൾ തുറന്ന്, ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന്, ശിരസുയർത്തി എന്നെ രക്ഷിക്കുന്ന എന്റെ കർത്താവിലേക്ക് നോക്കുന്നു. എന്നെ അനുഗ്രഹിക്കുന്ന എന്റെ യേശുവിലേക്ക് നോക്കുന്നു. എന്നെ സുഖപ്പെടുത്തുന്ന എന്റെ കർത്താവിലേക്ക് നോക്കുന്നു. എന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ ദൈവത്തിലേക്ക് ഞാൻ നോക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട മക്കളെ, കർത്താവിന്റെ തിരുമുമ്പിലേക്ക് കണ്ണുകൾ തുറന്ന്, ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുക. സങ്കീർത്തനം 34-ാം അധ്യായത്തിന്റെ 5-ാം തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവിടത്തെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. പ്രിയപ്പെട്ട സഹോദര സഹോദരി, പ്രിയപ്പെട്ട ദൈവമക്കളെ, നിന്റെ കുടുംബത്തിലോ നിന്റെ ജീവിതത്തിലോ നിന്റെ ഹൃദയത്തിൽ മനസ്സിൽ ഇപ്പോ ഏതെങ്കിലും തരത്തിൽ നിലകൊള്ളുന്ന അന്ധകാരത്തിന്റെ സ്വാധീനങ്ങൾ ഉണ്ടെങ്കിൽ നിത്യം പ്രകാശമായ യേശുവിലേക്ക് നോക്കുന്നതിലൂടെ നിന്റെ ഹൃദയത്തിന്റെ, മനസ്സിന്റെ, ജീവിതത്തിന്റെ, കുടുംബത്തിന്റെ അന്ധകാരം എടുത്ത് മാറ്റപ്പെടുന്ന സമയം. അവരിലേക്ക് ഹൃദയം തുറന്ന്, മനസ്സ് തുറന്ന് ദൈവമക്കൾ പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് നിത്യപ്രകാശമാണല്ലോ. കർത്താവേ, അങ്ങയുടെ പ്രകാശത്താൽ എന്റെ ജീവിതത്തെ പ്രകാശിപ്പിക്കണമേ, എന്റെ കുടുംബത്തെ പ്രകാശിപ്പിക്കണമേ. അന്ധകാരമായി കിടക്കുന്ന ജീവിതത്തിന്റെ സകല മേഖലകൾ ഇപ്പോൾ പ്രകാശമാക്കി മാറ്റണമേ. ഉള്ളു തുറന്ന് ദൈവമക്കളെല്ലാം
എല്ലാവരും പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ കർത്താവിന്റെ പക്കലേക്ക് ഉയർത്തുക. കരങ്ങൾ രണ്ടും ഉയർത്തുമ്പോൾ നിന്റെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുന്നതിന്റെ പ്രതീകമാണ്. നിന്റെ ജീവിതം കർത്താവിന് കൊടുക്കണം. നിന്റെ ജീവിതം കർത്താവിന് സമർപ്പിക്കണം. ഈശോയ്ക്ക് വേണ്ടത് നിന്റെ ജീവിതമാണ്, നിന്റെ കുടുംബമാണ് കർത്താവിന് വേണ്ടത്. നീ ഏത് അവസ്ഥയിലാണോ, നീ ഏത് സാഹചര്യത്തിലാണോ, നീ ജീവിതത്തിന്റെ ഏത് തലത്തിലാണോ ഇപ്പൊ വന്നു നിൽക്കുന്നത്, പ്രിയപ്പെട്ട മകനെ, പ്രിയപ്പെട്ട മകളെ, അവസ്ഥ കർത്താവിന് കൊടുത്ത്, അവസ്ഥകളെ കർത്താവിന് കൊടുത്ത്. ഒരുപക്ഷെ ദുഃഖങ്ങളാകാം, ഒരുപക്ഷെ വേദനകളാകാം, ഒരുപക്ഷെ രോഗങ്ങളാകാം, ഒരുപക്ഷെ നിന്റെ ജീവിതത്തെ തളർത്തുന്ന സകല തരത്തിലുള്ള നിരാശ, ദുഃഖം, പീഡകളാകാം. കർത്താവിന്റെ പക്കലേക്ക് സമ്പൂർണമായി സമർപ്പിക്കുക, സമ്പൂർണമായി സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി സർവശക്തനായ നമ്മുടെ കർത്താവ്, സകല സ്തുതികൾക്ക് യോഗ്യനായവൻ, അത് ഈശോ മാത്രമല്ലേ, സകല ആരാധനയ്ക്ക് യോഗ്യനായവൻ ഈ അൾത്താരയിൽ ഇരിക്കുന്ന സർവശക്തനായ ദൈവമല്ലേ. ആ കർത്താവിനെ നമുക്കുള്ളു തുറന്ന് ആരാധിക്കുന്ന മക്കളെ, ഹൃദയം തുറന്ന് ആരാധിക്കണ്ടേ. കുടുംബങ്ങളെ മുഴുവൻ ഇപ്പോ ഇത് ദേവാലയമായി മാറുന്ന സമയം, കുടുംബങ്ങളിൽ ഇപ്പോ ഈശോ എഴുന്നള്ളി വരുന്ന സമയം. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ഇപ്പോ നിന്റെ കുടുംബത്തിലല്ലേ ഈശോ ഇറങ്ങി വന്നിരിക്കുന്നത്, കർത്താവ് ഇറങ്ങി വന്നിരിക്കുന്നത്. ആ നിമിഷം തന്നെ കരങ്ങൾ രണ്ടും ഉയർത്തി നീ നിന്റെ ദൈവത്തെ, എല്ലാ പ്രിയപ്പെട്ട മക്കളും ഉള്ളു തുറന്ന്, മനസ്സ് തുറന്ന്, ഹൃദയം തുറന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, അങ്ങയുടെ പ്രിയപ്പെട്ട ദൈവമക്കള് പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധത്തില് മനസ്സ് മടുത്തു പോയിട്ടുണ്ടെങ്കിൽ, ദൈവമേ സ്തുതിക്കാൻ പറ്റുന്നില്ല, ആരാധിക്കാൻ പറ്റുന്നില്ല, ദൈവിക പ്രചോദനം സ്വീകരിക്കാൻ പറ്റുന്നില്ല, അപ്രകാരം മടുത്തുപോയി പ്രാർത്ഥിക്കാൻ പറ്റാത്ത വിധത്തിൽ ജീവിതം മടുത്തു കിടക്കുന്ന ആ തലങ്ങൾ ഇപ്പൊ യേശുവിന്റെ ദിവ്യകാരുണ്യത്തിന് അത്ഭുത ശക്തിയാൽ വിട്ടുവപ്പിക്കപ്പെടട്ടെ, വിട്ടുമാറിപ്പോകട്ടെ. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധിച്ച് സ്തുതിക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ദൈവത്തിന്റെ മകന്, മകള് ഇപ്പോൾ ഇത് സ്വാധീനിക്കുന്ന എല്ലാ ബന്ധനങ്ങളും, എല്ലാ കെട്ടുകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, പൗരോഹിത്യ അധികാരത്തെ വിട്ടുമാറി പോകട്ടെ, വിട്ടൊഴിഞ്ഞ് പോകട്ടെ. ആരാധനകൾ ഉയരട്ടെ, ആരാധനകൾ ഉയരട്ടെ. കർത്താവിനെ ചേർന്ന് പാടാ, കർത്താവിനെ ചേർന്ന് പാടാ. കരകളടിച്ച് എല്ലാവരും എഴുന്നേറ്റ് നിന്ന്, എല്ലാ പ്രിയപ്പെട്ടവരും എഴുന്നേറ്റ് നിന്ന് യേശുവിലേക്ക് നോക്കി, രക്ഷകനിലേക്ക് നോക്കി, വിമോചകനിലേക്ക് നോക്കി കരകളടിച്ച് കർത്താവിനെ പാടി ആരാധിച്ച് സ്തുതിക്കുന്നു. ആരാധന ചേർന്ന് പാടാ. എല്ലാവരും ചേർന്ന് സ്വരമുയർത്തി ചേർന്ന് പാടാ. ഓ കർത്താവേ, എല്ലാ പ്രിയപ്പെട്ട ദൈവമക്കൾ ശക്തിയായി കരങ്ങൾ അടിച്ചു വലിയ അഭിഷേകത്തോടെ എന്റെ കർത്താവിനെ ഞാൻ ആരാധിക്കുന്നു, ഞാൻ എന്റെ ദൈവത്തെ ആരാധിക്കുന്നു. അതൊരു പക്ഷേ എന്റെ കുടുംബത്തിലാകാം, ഒരുപക്ഷെ എന്റെ ഓഫീസിലാകാം, ഒരുപക്ഷെ എന്റെ ജോലി മേഖലയിലാകാം, ഒരുപക്ഷെ എന്റെ ശുശ്രൂഷ തലങ്ങളിലാകാം. വലിയ ജീവനോടെ, വലിയ ശക്തിയോടെ, വലിയ തീക്ഷ്ണതയോടെ കരങ്ങൾ അടിച്ച് ആരാധന, യേശുവിന് ആരാധന,
ആരാധിക്കുന്നു. ആരാധന വലിയ സന്തോഷത്തോടെ ചേർന്ന് പാടാ, സ്വരം ഉയർത്തി സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ആരാധിക്കുന്നു, ഞങ്ങൾ അവിടുത്തെ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങൾ അവിടുത്തെ ശക്തി പ്രാഭവം തിരിച്ചറിഞ്ഞ് ഇപ്പൊ പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ട മക്കൾ നിൽക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ചലിച്ച് കർത്താവിന്റെ അത്ഭുത ശക്തമായ ഇടപെടൽ ഇപ്പോൾ ഓരോ മകനും മകളും സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ആരാധന എല്ലാ തരങ്ങളും ചേർന്ന് പാടി പരിശുദ്ധാത്മാവിന് ആരാധന, പരിശുദ്ധാത്മാവിന് ആരാധന, പരിശുദ്ധാത്മാവിന് ആരാധന, പരിശുദ്ധാത്മാവിന് ആരാധന, പരിശുദ്ധാത്മാവിന് ആരാധന, ആരാധന ചേർന്ന് പാടാ, ചേർന്ന് പാടാ, എല്ലാവരും ചേർന്ന് രണ്ട് കരങ്ങൾ ഉയർത്തി വീശി ആലാപനങ്ങളോട് ചേർന്ന് സ്വർഗത്തോട് ചേർന്ന് ഒരിക്കൽ കൂടെ ചേർന്ന് പാടി രണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ബെൻധീന, 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 ബെൻധീന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ അതരങ്ങളിൽ ആരാധനയുടെ ഗാനം ഉയരുന്നു. എല്ലാ അതരങ്ങളിൽ ആരാധന സ്തുതികൾ ഉയരുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ബെൻധീന, 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 ബെൻധീന. ആരാധന, ആരാധന, ആരാധന. ഓ യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി കർത്താവേ. മഹത്വം, 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 മഹത്വം. ശരിയ, അറിയ, 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 അറിയ. ശരിയ, അറിയ, 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 അറിയ. യേശുവേ, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. കരങ്ങൾ കൂപ്പി ആരാധനയുടെ എല്ലാ മഹത്വത്തിന് യോഗ്യനായ നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന സമയമായിരുന്നു. നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങളെ കർത്താവിൻ്റെ തിരുമുമ്പിലേക്ക് സമർപ്പിക്കുക. തിരുവചനത്തിലൂടെ നമ്മൾ കടന്നുപോയപ്പോൾ നമ്മുടെ കുടുംബത്തിലൂടെയായിരുന്നു നമ്മൾ കടന്നുപോയത്. കർത്താവിൻ്റെ വചനം നമ്മുടെ കുടുംബങ്ങളെ അടിസ്ഥാനമാക്കിയായിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ ധ്യാനിച്ചത്. നമ്മുടെ കുടുംബങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. കുടുംബത്തെ ആസൂത്രണം ചെയ്തത് നമ്മുടെ കർത്താവല്ലേ? ആദ്യത്തെ കുടുംബത്തെ സ്ഥാപിച്ചത് നമ്മുടെ കർത്താവല്ലേ? പ്രിയപ്പെട്ട ദൈവമക്കളെ, അവിടെ കുടുംബങ്ങളെ കർത്താവിന് കൊടുത്തേ. നിന്റെ കുടുംബം ഇന്ന് നോക്കുമ്പോൾ തകർന്നടിഞ്ഞൊരു കുടുംബമാണോ നിന്റെ കുടുംബം? ഈശോ ഇല്ലാത്തൊരു കുടുംബാണോ പ്രിയപ്പെട്ട സഹോദര സഹോദരി നിന്റെ കുടുംബം? കുടുംബം എന്ന് പറയുന്നത്
ഭാര്യയും ഭർത്താവും ഈശോയും കൂടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് പൂർണ്ണതയായി ആ കുടുംബമായി മാറുന്നത്. നിന്റെ കുടുംബത്തിൽ നിന്ന് കർത്താവ് ഇറങ്ങിപ്പോയോ? കർത്താവില്ലാത്തൊരു കുടുംബമാണോ നിന്റെ കുടുംബം? നിന്റെ കുടുംബം ശൂന്യതയിലാണോ? കർത്താവിനോട് പറയണം. ഇപ്പോ ഉള്ളു തുറന്ന് മനസ്സ് തുറന്ന് കർത്താവിനോട് പറയണം. പ്രിയപ്പെട്ട സഹോദര സഹോദരി, നിന്റെ ദാമ്പത്യ ജീവിതം ഇന്ന് എങ്ങനെയാണ് എന്ന് കർത്താവിന്റെ മുമ്പിലൊന്ന് ആത്മശോധനയ്ക്ക് സമർപ്പിക്കണം. ദാമ്പത്യ ബന്ധം തകർന്ന അവസ്ഥയിലാണോ ഇന്ന് നീ? അങ്ങനെയുള്ള ആരെങ്കിലും നിന്റെ കുടുംബത്തിലുണ്ടോ? മടുത്തു, ദാമ്പത്യം മടുത്തു എന്ന് കരുതി ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണോ നീ? കർത്താവിനോട് പറയണ ഇപ്പോ, ഓ ദൈവമേ, അനാദിയിൽ എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് അവളെ, നീ എനിക്ക് വേണ്ടി മാറ്റിവെച്ചതാണ് അവനെ. കർത്താവേ, വലിയൊരു തെരഞ്ഞെടുപ്പാണല്ലോ ദാമ്പത്യ ജീവിതത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ്. യേശുവേ, എന്റെ ജീവിത പങ്കാളിയെ ഞാനിത് സമർപ്പിക്കാം. കർത്താവേ, എന്റെ കുടുംബം ഇന്ന് ആധ്യാത്മികത നഷ്ടപ്പെട്ട് ഭൗതികത കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു കുടുംബമാണോ? ആത്മീയ ചൈതന്യം കുടുംബത്തിൽ നിന്ന് അറ്റുപോയോ? പ്രാർത്ഥന ചൈതന്യം നഷ്ടപ്പെട്ടു പോയോ? ഇന്ന് കുടുംബത്തിൽ സ്നേഹമില്ലാത്ത ഒരവസ്ഥ സംജാതമായിട്ടുണ്ടോ? ഇന്ന് കുടുംബത്തില് സ്നേഹം നഷ്ടപ്പെട്ടു പോയി, ഐക്യം നഷ്ടപ്പെട്ടു പോയി. അനൈക്യത്തിന്റെ, സ്നേഹരാഗത്വത്തിന്റെ, അകൽച്ചയുടെ, ഭിന്നതയുടെ ദുരാത്മാക്കൾ വാഴുന്ന ഒരു കുടുംബമായി നിന്റെ കുടുംബം മാറിയിട്ടുണ്ടോ? കർത്താവിനോട് പറഞ്ഞ പ്രിയപ്പെട്ട മക്കളെ, കർത്താവേ, എന്റെ കുടുംബത്തിലേക്ക് വരണം. കർത്താവേ, സ്നേഹം നഷ്ടപ്പെട്ടു പോയ അവസ്ഥ, ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല, അവരെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. വാർദ്ധക്യത്തിന്റെ കാലഘട്ടത്തിലേക്ക് വന്ന് ഇന്ന് വലിയ കുടുംബത്തില് ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണോ നിന്റെ മാതാപിതാക്കൾ എന്ന് നിന്റെ കുടുംബത്തില്? മക്കളുടെ സ്നേഹം കിട്ടാതെ, മക്കളുടെ സ്വാതന്ത്ര്യമില്ലാതെ, മക്കളുടെ സ്വാധീനം, സാന്നിധ്യം കൊടുക്കാനില്ല. പണത്തിന് വേണ്ടി, ഈ ലോകത്തിന്റെ സമ്പത്തിന് വേണ്ടി മാതാപിതാക്കളെ വിട്ടുപോയ അംഗകരങ്ങളിലായിരിക്കുന്ന അവസ്ഥ, അരുവേറില്ലാതെ ഒറ്റയ്ക്ക് കഴിയുന്ന ഒരവസ്ഥയാണ് നിന്റെ മാതാപിതാക്കൾ ഇന്ന്. കർത്താവിന്റെ മുമ്പിലേക്ക് അവരൊന്ന് സമർപ്പിക്കണം. കർത്താവിന്റെ തിരുമുമ്പിലേക്ക് അവരെ സമർപ്പിക്കണം. ഇന്നെന്റെ കുടുംബം സമാധാനമില്ലാത്തൊരു കുടുംബമാണ്. ഒരു സമാധാനമില്ല, എന്നും അസ്വസ്ഥതയാണ് എന്റെ കുടുംബത്തില്, എന്നും വഴക്കാണ്, എന്നും എന്റെ കുടുംബത്തില് ലഹളയാണ്. കർത്താവേ, എന്റെ കുടുംബത്തിലേക്ക് ഇതാ ഇപ്പോൾ എന്റെ തിരുമുമ്പിൽ സമർപ്പിക്കുമ്പോ എന്റെ കുടുംബത്തിലേക്ക് നീ വരണം. കർത്താവേ, എന്റെ കുടുംബത്തിലേക്ക് നോക്കുമ്പോൾ കർത്താവേ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ട് മക്കളില്ലാത്ത ദമ്പതികളാണോ നിങ്ങള്? പ്രിയപ്പെട്ട സഹോദര സഹോദരി, മക്കളില്ലാത്തതിനെ ഓർത്ത് വേദനിച്ച് നൊമ്പരപ്പെട്ടിരിക്കുന്ന ഒരു കുടുംബമാണോ നിന്റേത്? അവന് അസാധ്യമായിട്ടൊന്നുമില്ല. സുവിശേഷത്തിന്റെ 1:37 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തിനൊന്നും അസാധ്യമല്ല. കഴിഞ്ഞുപോയ നാളുകളിലെ ശുശ്രൂഷകളിലൂടെ അച്ഛൻ കണ്ടിട്ടുണ്ട്, വർഷങ്ങളായി 10-20
22 വർഷങ്ങളും വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാത്ത ദമ്പതികളുടെ മേല് കർത്താവ് ഇടപെട്ട് അത്ഭുത വിടുതൽ കൊടുത്ത് കുഞ്ഞുങ്ങളെ നൽകിയ അനേക സാക്ഷ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം. ഇപ്പോ കർത്താവേ, കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കാൻ, കർത്താവെ കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ സ്വീകരിക്കാനുള്ള അഭിഷേക സൗഖ്യ ശക്തി എന്റെ പേരിൽ ആവശ്യിക്കപ്പെടുന്ന സമയം. സമർപ്പിച്ച് സ്വീകരിക്കുക, സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഇന്ന് എന്റെ മക്കള് പ്രായം കഴിഞ്ഞുപോയി, വിവാഹപ്രായമൊക്കെ കഴിഞ്ഞുപോയി, വിവാഹം നടക്കാത്ത അവസ്ഥ, വിവാഹ തടസ്സങ്ങളിൽ പെട്ട് എന്റെ മകൻ എന്റെ മകളെന്ന് നേരുന്നുണ്ട്. അതിന്റെ അപ്പുറത്തൊരു അപ്പനെന്ന നിലയില്, ഒരമ്മ എന്ന നിലയില് ശങ്ക പൊട്ടി കർത്താവ് എന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുക. എന്റെ മകളുടെ വിവാഹത്തിന്റെ തടസ്സങ്ങളെ കെട്ടുകൾ നീ ഇപ്പോൾ അഴിക്കണം. എന്റെ മകളെ വിമോചിപ്പിക്കണം കർത്താവേ, രക്ഷിക്കണം കർത്താവേ, ഇടപെടണമേ. സമർപ്പിക്കുന്നു, ഇപ്പോ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എന്റെ കുടുംബം ഇന്ന് നോക്കുമ്പോൾ ദൈവമേ, ബോധ്യങ്ങളില്ലാതെ വിശ്വാസമില്ലാത്ത അവസ്ഥയിൽ നിന്ന് മന്ത്രവാദത്തിനും കൂടോത്രത്തിനും ആഭിചാര്യത്തിനും ക്ഷുദ്രപ്രയോഗങ്ങളിലും പെട്ട് തകർന്നടിഞ്ഞു പോയിട്ടുണ്ട് എന്റെ കുടുംബം. നീ ഉള്ളു തുറന്നപ്പോ പ്രാർത്ഥിക്കണം. ഒരു വിടുതൽ എന്റെ കുടുംബത്തിൽ നടക്കാം. ഒരുപക്ഷെ ആരെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യപ്പെട്ടിട്ടുള്ളതാകാം. ഒരുപക്ഷെ കഴിഞ്ഞ നാളില് ഞാൻ അറിയാതെ മന്ത്രവാദം, കൂടോത്രം, പൂജകള്, സേവകള്, ക്ഷുദ്രപ്രയോഗങ്ങള്, ആഭിചാര ക്രിയകളില് പെട്ട് ഇന്ന് തകർന്നു പോയ കുടുംബം, ആ കുടുംബത്തെ പുനരുദ്ധരിക്കാൻ ഈശോ അൾത്താരയിലുണ്ട്. അവനെ നിന്റെ കുടുംബത്തിലേക്ക് വിളിക്കണം. അതിന്റെ മേലുള്ള കെട്ടുകൾ അടിക്കാം. പ്രിയപ്പെട്ട മകനെ, മകളെ, ഇന്ന് നിന്റെ കുടുംബത്തിൽ ദൈവീകത നഷ്ടപ്പെട്ട് ഈ ലോകത്തിന്റെ സ്വാധീനങ്ങൾ കയറി വന്നിട്ടുണ്ടോ? ഇന്ന് നിന്റെ കുടുംബത്തില് ആത്മീയതയും ദൈവിക ചൈതന്യവും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലും നഷ്ടപ്പെട്ട് സാത്താൻ നിന്റെ കുടുംബത്തെ ഭരിക്കുന്നുണ്ടോ? സാത്താന്റെ ആധിപത്യം നിന്റെ കുടുംബത്തിൽ ഇന്ന് വാടുന്നുണ്ടോ? അതിന്റെ ലക്ഷണങ്ങളാണ് ഇന്ന് കുടുംബങ്ങളിൽ. ദൈവമേ, വലിയ അപകടത്തിന്റെ ആണും തമ്മിലുള്ള വിവാഹം, പെണ്ണും തമ്മിലുള്ള വിവാഹം, കർത്താവേ, അത് മരണ സംസ്കാരത്തിന്റെ അടയാളമാണല്ലോ. ദൈവമേ, കത്തോലിക്ക സഭ പഠിപ്പിക്കുന്ന വലിയൊരു സത്യം, വിവാഹം എന്ന് പറയുന്നത് ജീവന് പ്രദാനം ചെയ്യുന്ന വലിയൊരു ആത്മീയ സംസ്കാരമാണല്ലോ. കർത്താവേ, ഇന്ന് എന്റെ കുടുംബത്തിൽ അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിൽപ്പെട്ട സ്വാധീനങ്ങൾ കയറി വന്നിട്ടുണ്ടോ? യേശുവേ, മദ്യത്തിന്റെ ലഹരിയുടെ ആധിപത്യം ഇന്ന് എന്നിലോ എന്റെ മക്കളിലോ എന്റെ കുടുംബത്തിൽ ഇന്ന് സ്വാധീനം ചെലുത്തുന്നുണ്ടോ? അതുമൂലം സകല ദൈവിക ചൈതന്യം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്റെ കുടുംബത്തില് പ്രാർത്ഥിക്കുകയാണ്. മക്കളും പ്രാർത്ഥിക്കുക. ദൈവമേ, മാതാപിതാക്കളെ സ്നേഹിക്കാൻ പറ്റാത്ത അവസ്ഥ, മക്കളെ സ്നേഹിച്ച് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ, ഈ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള പുരോഗമന മേഖലകളെ തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. കർത്താവേ, എന്റെ കുടുംബം ഇന്ന് യേശുവേ പലതരത്തിലും കടബാധ്യതകൾ വന്ന് തകർന്നടിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയാണെങ്കിൽ എന്റെ കുടുംബത്തെ ഈ പണിതുയർത്തണം. ഇപ്പോ എല്ലാ പ്രിയപ്പെട്ട മക്കളും കർത്താവിന് മുമ്പിൽ എഴുന്നേറ്റ് നിന്നു, ഹൃദയ മനസ്സിനെ തുറക്കുന്നു. വലിയ കെട്ടുകൾ അടിയുന്ന സമയമായിപ്പോ, വലിയ ബന്ധനങ്ങൾ എടുത്തു മാറ്റപ്പെടുന്ന സമയമായിപ്പോ, കർത്താവിന്റെ ശക്തമായിട്ടുള്ള ഇടപെടൽ ഓരോ മകനും മകളും ഇപ്പൊ വ്യക്തിപരമായി സ്വീകരിക്കുന്ന സമയ, കുടുംബങ്ങളിൽ സ്വീകരിക്കുന്ന സമയ. എല്ലാ പ്രിയപ്പെട്ട മക്കളും കർത്താവിന്റെ പക്കലേക്ക് രണ്ട് കരങ്ങൾ ഉയർത്തുന്നു. രണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിനെ വിളിച്ച് വലിയ
സ്തുതിയുടെ അഭിഷേകം, ആരാധനയുടെ അഭിഷേകം സകല കുടുംബങ്ങളിൽ നിറയട്ടെ, വ്യക്തികളിൽ നിറയട്ടെ, അധരങ്ങളിൽ നിറയട്ടെ. സ്വരമുയർത്തി കർത്താവിനെ ആരാധിച്ച് സ്തുതിക്കുന്നു. യേശുവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങളിപ്പോ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സർപ്പത്തിന്റെ തല തകർത്തവളെ, തിന്മയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ച പരിശുദ്ധ മറിയ ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. വിശുദ്ധ ബെനഡിക്റ്റിനോട് ചേർന്ന്, വിശുദ്ധ മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന്, പാപ്പയോട് ചേർന്ന്, സംഘങ്ങളോട് ചേർന്ന്, സഭയോട് ചേർന്ന്, വൈദിക കൂട്ടായ്മയോട് ചേർന്ന് നമ്മൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങളുടെ കുടുംബങ്ങളിൽ ഭരണം നടത്തുന്നു സ്നേഹരാഹിത്യത്തിന്റെ, അനൈക്യത്തിന്റെ, ദൈവമേ, ഭിന്നതയുടെ, വിഭാഗീയതയുടെ സകല ദുർബോധ ശക്തികളെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ദൈവമേ, ഈ ലോകത്തിന്റെ സ്വാധീനങ്ങൾ കയറി വന്നിന്ന് ഞങ്ങളുടെ കുടുംബത്തെ ഭരിക്കുന്നുണ്ട്. കർത്താവേ, ഈ ലോകത്തിന്റെ സകല ആധിപത്യങ്ങളും, സാത്താന്റെ സകല ആധിപത്യ സ്വാധീന ശക്തി ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്താൽ പരിശുദ്ധ അമ്മയോട് സകല വിശുദ്ധ മാലാഖ വൃന്ദങ്ങളോട് ചേർന്ന് അങ്ങ് എനിക്ക് നൽകിയ പൗരോഹിത്യ അധികാരത്താൽ കുരിശിന്റെ ചവിട്ടിലേക്കാൻ മേഖലകൾ ആട്ടിപ്പായിക്കുന്നു. ആരാധന, ആരാധന, സ്തുതിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, ദാമ്പത്യ ജീവിതത്തിലേക്ക് വന്ന ദൈവമേ, ദാമ്പത്യ ജീവിതത്തിൽ വന്ന സകല തകർച്ചകളും ഞങ്ങളുടെ മക്കളിലേക്ക് വന്ന ഈ ലോകത്തിന്റെ സകല സ്വാധീനങ്ങള് യേശുക്രിസ്തുവിന്റെ അത്ഭുത നാമത്തിൽ വിട്ടുവപ്പിക്കട്ടെ. കർത്താവേ, എന്റെ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, എന്റെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കണമേ, എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. എന്റെ കുടുംബത്തിലേക്ക് നീ വരണമേ. ഇപ്പൊ കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് ഉയർത്താം. എല്ലാ പ്രിയപ്പെട്ട മക്കളും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഇപ്പൊ വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി ഈ ആശീർവാദത്തിന്റെ സമയത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിന്റെ കുടുംബത്തിൽ ഈശോ ഇറങ്ങി വരുന്ന സമയ, നിന്റെ കുടുംബത്തിൽ ഈശോ ആശീർവദിക്കുന്ന സമയ, നിന്റെ കുടുംബത്തെ ഈശോ വിശുദ്ധീകരിക്കുന്ന സമയ, നിന്റെ കുടുംബത്തിൽ വലിയ വിടുതൽ കർത്താവ് നൽകുന്ന സമയ. കരങ്ങൾ രണ്ട് ഉയർത്തി എല്ലാ പ്രിയപ്പെട്ട മക്കളും ഈ ആശീർവാദത്തിന്റെ സമയത്ത് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നന്ദി പറഞ്ഞ ആശീർവാദം സ്വീകരിക്കുന്നു. യേശു ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, ഈശോ ആരാധന, ഈശോ ആരാധന. ഈശോ മഹത്വം, 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 മഹത്വം. ഈശോ ആരാധന, ആരാധന, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.